ഇതുപോലെ നല്ല നല്ല സദസ്സുകളിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാണ് നമ്മൾ. ആ നിലക്ക് വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പോലെ സമപ്രായക്കാരായ എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലുള്ള എത്രയോ നമ്മളെപ്പോലെയുള്ളവർ ഒരു പണിയുമില്ലാതെ ഏതെങ്കിലും അങ്ങാടികളിലോ വെയിറ്റിംഗ് ഷെഡുകളിലോ ഒക്കെ ഇരുന്ന് മൊബൈൽ ഫോണുകളിൽ ഇങ്ങനെ കുത്തിക്കളിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് നമ്മൾ ഒരല്പസമയമെങ്കിലും ഖാലിഖായ റബ്ബിനെ ഓർക്കുകയാണ്. മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ ഓർക്കുകയാണ്. നമ്മൾ അല്ലാഹുവിന്റെ വചനങ്ങൾ ഉരുവിടുകയാണ്. മുത്തനബി തങ്ങളുടെ മനോഹരമായ വജസ്സുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇത് വലിയ പുണ്യമാണ്. ഇത് വലിയ പുണ്യമാണ്. ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളിൽ ഒത്തുചേരാൻ സൗഭാഗ്യം ലഭിച്ചവർ, പ്രിയപ്പെട്ടവരെ, നാളെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മുടെ തോളത്തിരിക്കുന്ന മാലാഖമാർ നമ്മളോട് വിളിച്ചു പറയുമെന്നാണ്. കൈഫ നുഫാരിഖുക യാ ഹബീബി, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എങ്ങനെയാണ് നിന്നോട് ഞങ്ങൾ വിട പറയുക? എങ്ങനെയാണ് നിന്നോട് ഞങ്ങൾ വിട പറയുന്നത്? കമ്മിൻ മജ്ലിസിൻ സ്വാലിഹിൻ ഹളർതനാ, നീ എത്ര നല്ല നല്ല സദസ്സുകളിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്, എത്ര നല്ല നല്ല സദസ്സുകളിലാണ്, സംഗമങ്ങളിലാണ് നീ ഞങ്ങളെ പങ്കാളികളാക്കിയത്, പങ്കെടുപ്പിച്ചത്. അതുകൊണ്ട് നിന്നോട് വിട പറയാൻ ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ട് എന്ന് അല്ലാഹുവിന്റെ മാലാഖമാര് വിളിച്ചു പറയുമെന്നാണ്. ആരോട്? ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളിൽ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്. എപ്പോ? നാളെ ഈ ലോകത്തോട് വിട പറയുമ്പോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങൾ എവിടെ കണ്ടാലും അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറക്കാമീൻ പറയും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല സദസ്സാണ്. ഈ കുഞ്ഞുമക്കൾ കുറച്ച് കഴിഞ്ഞാൽ അവർ 1 കിലോ 2 കിലോ 3 കിലോ ഒക്കെ ഇങ്ങനെ തൂക്കാൻ തുടങ്ങും. ഇപ്പോ ഇശാന് മുമ്പേ പരിപാടി തുടങ്ങിയതുകൊണ്ട് ഒരു പക്ഷേ ആ തൂക്കൽ ഒഴിവാകുമായിരിക്കും. ഏതായാലും ആ കുട്ടികൾ ഇങ്ങനെ മുമ്പിൽ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നല്ല പച്ച നിറത്തിലുള്ള യൂണിഫോം ഒക്കെ ധരിച്ച് കുട്ടികൾ വളരെ അച്ചടക്കത്തോടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നല്ല ഗ്രാഹ്യശക്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ബാക്കിയുള്ള ബഹുമാന്യരായ സഹോദരങ്ങൾ, മാഷാ അല്ലാഹ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും SYS-നെയും SKSSF-നെയും ഒക്കെ നെഞ്ചേറ്റുന്ന ബഹുമാന്യരായ സഹോദരങ്ങൾ, നിങ്ങളോട് സസ്നേഹം സവിനയം ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്. ഹബീബിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ നല്ല ആവേശഭരിതരായി നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വലാത്തൊക്കെ ഒന്ന് ഉറക്കെ ചൊല്ലുക. ഇടക്കൊന്ന് ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്നൊക്കെ ഒന്ന് ഉറക്കെ പറയാ. അത് ഏതൊരു സദസ്സിന്റെയും അലങ്കാരമാണ്, ഏതൊരു സദസ്സിന്റെയും ആത്മാവാണ്. അതുകൊണ്ട് 10,000 തടിച്ചുകൂടണമെന്നൊന്നുമില്ല. ഉള്ള ആളുകൾ നല്ല ആവേശഭരിതമായിരുന്നാൽ തന്നെ സദസ്സ് മനോഹരമാണ്. ആ സദസ്സ് വിജയിച്ച സദസ്സാണ്. അല്ലാഹു ഈ സദസ്സിനെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അതാ ആമീൻ ആരും പറഞ്ഞില്ലല്ലോ പഠിച്ചോനെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇങ്ങനെ പുട്ടിന് തേങ്ങിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വരരുത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം, ഒരു 1.5 മണിക്കൂർ നമുക്ക് വയല് പറഞ്ഞ് നമുക്ക് ദ്വാരന്ന് പിരിയാം ഇൻഷാ അല്ലാഹ്. ആ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. കേവലം ശാരീരിക സാന്നിധ്യം മാത്രമല്ല, മാനസികമായും മനസ്സുകൊണ്ട് കൂടെ ഉണ്ടാവണം. ഇത് മനസ്സുകൊണ്ടൊരു യാത്ര പോവാണ് നമ്മൾ, ഒരു ആത്മീയമായ തീർത്ഥാടനം. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മജ്ലിസുന്നൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല.
ആ സദസ്സിന്റെ മഹാത്മ്യം വേണ്ടുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാന്മാരായ സുഹാബുൽ ബദരീങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത്, സ്വഹാബത്തെ ബദരീങ്ങളോട് പറയാണ്, ബദരീങ്ങളെ കുറിച്ച് ആരോ എന്തോ അരുതാത്തത് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയരുത്. ലഅല്ലല്ലാഹു ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദർ. ബദരീങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞിട്ടുള്ളത് പോലെയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ എല്ലാം നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന്. പരിശുദ്ധ ദീനിന്റെ നിർണായകമായ ഘട്ടത്തിൽ ദീനിനു വേണ്ടി പോരാട്ടം നടത്തിയവരാണവർ, അല്ലെ? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ യുദ്ധം ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ബദറിന്റെ രണാങ്കണത്തിൽ വീരേതിഹാസം രചിച്ച മഹാരഥന്മാരാണ് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും. ആ മഹാരഥന്മാരെ കുറിച്ചാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയ മഹാരഥന്മാരായ ബദരീങ്ങൾ അടക്കമുള്ള എല്ലാ മുജാഹിദീങ്ങളും, മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാട്ടം നടത്തിയവർ, ആ മഹാന്മാരായ സ്വഹാബത്തെ കിറാം നാളെ സ്വർഗീയ ആരാമങ്ങളിലേക്ക് കടന്നുവരും. സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ വരുമ്പോ സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങോട്ടാണ് ഈ വിചാരണയില്ലാതെ ഓടിച്ചാടി വരുന്നത്? എങ്ങോട്ടേക്കാണ്? ബിഅയ്യി ശൈഇൻ നുഹാസബു വഅസ്യാഫുനാ അലാ അവാതിഖിനാ ഖൽഫ മുഹമ്മദ്. മഹാന്മാരായ സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ ബദരീങ്ങൾ അടക്കമുള്ള ദീനിനു വേണ്ടി പടപൊരുതിയ സ്വഹാബത്തിനോട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് വിചാരണയില്ലാതെ നിങ്ങൾ ഓടിച്ചാടി വരുന്നത് എന്ന് ചോദിക്കുമ്പോ എന്റെ സ്വഹാബത്ത് മഹാരഥന്മാരായ മാലാകമാരോട് തിരിച്ചു ചോദിക്കും, ബിഅയ്യി ശൈഇൻ നുഹാസബു, നിങ്ങൾ ഞങ്ങളോട് എന്താണ് നിങ്ങൾ വിചാരണ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ആരോടാണ് വിചാരണ ചെയ്യുന്നത്? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? വഅസിയാഫുനാ അലാ അവാതിഖിനാ ഖൽഫ മുഹമ്മദ്, ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നാലെ വാളുകളുമായി പരിശുദ്ധമായ ദീനിനു വേണ്ടി അടർക്കളങ്ങളിൽ വീരേതിഹാസം രചിച്ചവരാണ്. ഒരു പോരാട്ട വീതിയിൽ നിന്ന് മറ്റൊരു പോരാട്ട വഴിയിലേക്ക് ഓടിച്ചാടിയവരാണ് ഞങ്ങൾ. ദീനിനു വേണ്ടി പടപൊരുതിയവരാണ് ജീവിതാവസാനം വരെ. ആ ഞങ്ങളോടാണോ നിങ്ങൾ വിചാരണ ചെയ്യുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സ്വഹാബ മാലാകമാരോട് തിരിച്ചു ചോദിക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പറയാണ്. അപ്പോഴോ മഹാന്മാരായ സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ എന്റെ സ്വഹാബത്തിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നും വഹും യഖീലൂന ഫിൽ ജന്നാ വന്നാസു ഫിൽ ഹിസാബ്, എല്ലാവരും വിചാരണ നേരിടുന്ന വേളയിൽ, സർവ്വ മനുഷ്യരും വിചാരണ നേരിടുന്ന അവസരത്തിൽ എന്റെ സ്വഹാബത്ത് സ്വർഗീയ ആരാമങ്ങളിൽ വിശ്രമ ജീവിതം ആരംഭിക്കുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ സ്വഹാബത്ത് സ്വർഗീയ ആരാമങ്ങളിൽ വിശ്രമ ജീവിതം ആരംഭിക്കുമെന്ന് ഹബീബാ നബി തങ്ങൾ പറയാണ്. എല്ലാ ജനങ്ങളും വിചാരണ നേരിടുന്ന വേളയിൽ വഹും യഖീലൂന ഫിൽ ജന്നാ, ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ഉച്ചയുറക്കം എന്നാണ് അതിന്റെ അർത്ഥം. ഉച്ചയുറക്കം അല്ലെ, ഉറക്കം ഒരുപാട് തരമുണ്ട്. രാത്രി ഉറങ്ങുന്ന ഉറക്കം കഴിഞ്ഞാൽ പകലിൽ സുന്നത്തായ ഒരു ഉറക്കാണ് ഖൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയുന്നത്. സുബഹിക്ക് ശേഷം ഉറങ്ങാറുണ്ട് ചില ആളുകൾ,
സുബഹി നിസ്കരിച്ച ഉടനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കിടന്നുറങ്ങുന്ന ആളുകൾ അല്ലേ, അത് ദാരിദ്ര്യത്തിന്റെ ഉറക്കമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. നൗമത്തുസ് സുബ്ഹി തൂരിസുൽ ഫഖ്റാ, സുബഹിന്റെ നേരത്തുള്ള ഉറക്കം അത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഹബീബ നബി തങ്ങൾ പറഞ്ഞത്. സുബഹിന്റെ ശേഷം ഒരാള്, ബിസിനസ്സുകാരും രാത്രി കച്ചവടമൊക്കെ കഴിഞ്ഞ് ഏറെ വൈകി വന്ന് ക്ഷീണത്തോടെ കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ രാത്രി നേരത്തുള്ള ഉറക്കം കൊണ്ട് അവരുടെ ക്ഷീണം തീർന്നെന്നു വരില്ല. അവർക്കൊരുപക്ഷെ സുബഹിക്ക് ശേഷം ഉറങ്ങണം, എന്നാൽ സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങണം എന്നാണ്. അതുവരെ കുറച്ച് ഖുർആനൊക്കെ ഓതി, അല്ലെങ്കിൽ അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ആ സമയം ഉറങ്ങാതെ കുറഞ്ഞ സമയം നിന്ന് പിന്നെ സൂര്യോദയത്തിന് ശേഷം ഉറങ്ങണം എന്നാണ്. അല്ലെങ്കിലോ നിത്യമായി സുബഹിന്റെ നേരത്ത് ഉറങ്ങുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ മറ്റുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കമുണ്ട് അല്ലെ, ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒരു ഉറക്കുണ്ട്, ഒരു വല്ലാത്തൊരു ഉറക്ക്. അതേപോലെ വൈകുന്നേരം ഉറങ്ങുന്ന ആളുകളുണ്ട്. മഗ്രിബ് ഇശാഇനിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഉറങ്ങുന്നവരുണ്ട്. ആ ഉറക്കങ്ങളെല്ലാം കറാഹത്തായ ഉറക്കങ്ങളാണ്. അതൊന്നും പ്രിയപ്പെട്ടവരെ അരുതാത്ത ഉറക്കങ്ങളാണ്, പാടില്ല. പകൽ സമയത്ത് സുന്നത്തായ ഉറക്കം എന്ന് പറയുന്നത് ഖൈലൂലത്തിന്റെ ഉറക്കാണ്. ഉച്ചനേരത്തുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11 മണിക്കൊക്കെ ഉറങ്ങി ളുഹറിന്റെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ഉറക്കം. ആ ഉറക്കം നിത്യമായി ഉറങ്ങിയാൽ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ എളുപ്പമാകുമെന്നും ഉലമാ പറയുന്നത് കാണാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് ഹബീബ നബി തങ്ങൾ പറയാണ്, വഹും യഖീലൂന ഫിൽ ജന്നാ, മറ്റാരും സ്വർഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്റെ സ്വഹാബത്ത് സ്വർഗീയ ആരാമങ്ങളിൽ വിശ്രമം ആരംഭിക്കുമെന്നാണ് ഹബീബ നബി തങ്ങൾ പറഞ്ഞത്. ബദറിന്റെയും മുഹദിന്റെയും ഖന്ദഖിന്റെയും ഖൈബറിന്റെയും രണാങ്കണങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയ സ്വഹാബത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ആ ശ്രേണിയിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് മഹാരഥന്മാരായ സ്വഹാബുൽ ബദരീങ്ങൾ എന്ന് പറയുന്നത്. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പുണ്യാത്മാക്കളാണ് മഹാന്മാരായ ബദരീങ്ങൾ. അള്ളാഹു അവരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ മദദ് ലഭിക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലെയുള്ള മജ്ലിസുൻ നൂറുകൾ സംഘടിപ്പിക്കുന്നത്. ഒരു കാലത്ത് വലിയ വബാ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പടർന്നു പന്തലിച്ചപ്പോ ആ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാരായ ഉലമാ അവരുണ്ടാക്കിയതാണ് ബദരിയത്തുൽ മങ്കൂസിയ എന്ന പേരിലുള്ള നമ്മളിപ്പോ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ആ ബൈത്തുകൾ, ആ ഈരടികൾ. അത് ബദരിയത്തുൽ മങ്കൂസിയ എന്ന പേരിൽ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ മജ്ലിസുൻ നൂർ പ്രഖ്യാപിക്കുന്നതിനു മുമ്പേ നമ്മുടെ സ്വലാത്ത് കിതാബിന്റെ ഏടുകളിൽ ബദരിയത്തുൽ മങ്കൂസിയ കാണാം. പഴയകാല പതിറ്റാണ്ടുകളിൽ നൂറ്റാണ്ടുകളിൽ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ആരംഭിച്ചതാണത്. ബദരീങ്ങളുടെ പേരുകൾ മനോഹരമായി ബൈത്താക്കി കോർത്തിണക്കി അവര് ചൊല്ലിയതാണ്. അതുമൂലം വലിയ വബാ വസൂരി പോലെയുള്ള മാരകമായ രോഗങ്ങൾ ആ ഒരു മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരുകൾ തവസ്സുൽ ചെയ്യുന്നത് കാരണത്താൽ അവർക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മഹാരഥന്മാരായ നമ്മുടെ ഉലമാ ഈ അടുത്ത കാലഘട്ടത്തിൽ നാട്ടിൽ വലിയ രോഗങ്ങൾ വ്യാപിച്ചപ്പോ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളെ ചെന്ന് കണ്ട് അങ്ങീ ബദരിയത്തുൽ മങ്കൂസിയ എന്ന് പറയുന്ന ഈ മനോഹരമായ ഈരടികളെ സമൂഹമാകമാനം സ്വീകരിക്കുന്ന ഒരു മനോഹരമായൊരു മജ്ലിസാക്കി മാറ്റണം എന്ന ഉലമാ അഭിവന്ദരായ സയ്യിദ് അവറുകളോട് അഭ്യർത്ഥിച്ചത് കാരണമാണ് മഹാനായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആ മജ്ലിസുൻ നൂർ എന്ന് പറയുന്ന മനോഹരമായ നാമകരണം ചെയ്തുകൊണ്ട് ബദരിയത്തുൽ മങ്കൂസിയയെ ഇന്ന് നമ്മുടെ വീടുകളിലും നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുമെല്ലാം എല്ലാവർക്കും പരിചയമുള്ള ഒരു സദസ്സാക്കി മാറ്റിയത് അള്ളാഹു മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പരലോക ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൽ പരം ഒരു മനുഷ്യന് എന്ത് ഭാഗ്യമാണ് വേണ്ടത്?
എവിടെയെല്ലാം മജ്‌ലിസുന്നൂറിന്റെ വാർഷികങ്ങളോ അല്ലെങ്കിൽ പ്രതിമാസം നടക്കുന്ന മജ്‌ലിസുന്നൂറിന്റെ സദസ്സുകൾ ഏതെല്ലാം മഹല്ലത്തുകളിൽ സംഘടിപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പേര് ഒരു തവണയെങ്കിലും പറയാതെ മജ്‌ലിസുന്നൂറിന്റെ സദസ്സുകൾ ആരെങ്കിലും സംഘടിപ്പിക്കുമോ? ഒരു തവണയെങ്കിലും ആ മഹാനുഭാവന്റെ പേര് പറയാതെ കേരളക്കരയിൽ ഒരു മജ്‌ലിസുന്നൂറുകളും സംഘടിപ്പിക്കാനിടയില്ല. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ദിനേന ഒരു മനുഷ്യനെ ഓർക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ വലിയ ഭാഗ്യവാനാണ്. ആ മനുഷ്യനോളം വലിയ ഭാഗ്യം ചെയ്തവർ മറ്റാരാണുള്ളത്? പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭാവനെ പോലെയുള്ള മഹാരഥന്മാര് നേതൃത്വം കൊടുത്ത അനുഗ്രഹീതമായ പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. അല്ലാഹു ആ പ്രസ്ഥാനത്തിന്റെ തണലിൽ അവസാന ശ്വാസം വരെ ദീനി ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ألف الألف نظام مدح أعلى العالي أول السطور بسم الله بدء الخالق لا إله إلا الله لا إله إلا الله الله أحمد الله مصليا مسلما على أحمد والآل والصحاب من للآل لا إله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله. അല്ലേ, ആ മഹാനായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള മൺമറഞ്ഞ ഒരുപാട് മഹാരഥന്മാര് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവാണ്. 100ാം വാർഷികം, അതിന്റെ പ്രഖ്യാപനമാണ് 28ാം തീയതി ബംഗളൂരുവിൽ വെച്ച് നടക്കുന്നത്. ആദരണീയരായ ഈ ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ മനോഹരമായ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. കർണാടകയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് എപ്പോഴാണ്, ഏത് തീയതിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നതെന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്ന സമ്മേളനമാണ് ബംഗളൂരുവിൽ 28ാം തീയതി നടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് താങ്ങാകാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ആ മഹത്തായ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമാകാൻ നമുക്ക് സാധ്യമാകുമോ? ആ നിലയിൽ നിൽക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹ് ചെയ്ത ഏറ്റവും വലിയൊരു സൗഭാഗ്യതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, കേരളക്കര എത്ര വലിയ ഭാഗ്യം ചെയ്ത നാടാണ്. എത്ര വലിയ ഭാഗ്യം ചെയ്ത നാടാണ് ഈ കൊച്ചു കേരളം. ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമാകുന്നു, അല്ലെ? വളരെ മനോഹരമായി നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ കുഞ്ഞുനാൾ മുതൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കളൊക്കെ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചെത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പാഠങ്ങൾ അവർ പഠിക്കുന്നത്. ആരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത്? ഈ പ്രിയപ്പെട്ട പിഞ്ചു പൈതങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ പരിശുദ്ധമായ ദീനിന്റെ ബാലപാഠം നൽകുന്നത് ആരാണ്? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 10,000-കണക്കിന് മദ്രസകളല്ലേ? ആ മദ്രസകളിലല്ലേ നമ്മൾ പഠനം നടത്തിയത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ സംസാരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്നെ അതിന് പ്രാപ്തമാക്കിയത് നമ്മുടെ നാടുകളിൽ കാണുന്ന ഇതുപോലെയുള്ള മദ്രസകളും ആ മദ്രസകളിൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള സാഹിത്യ സമാജങ്ങളുമല്ലേ? ആ സാഹിത്യ സമാജങ്ങളിൽ പ്രസംഗിക്കാനും വിഷയങ്ങൾ അവതരിപ്പിക്കാനുമെല്ലാം അവസരം ലഭിച്ചത് കാരണത്താലാണ്
ഇന്നിതുപോലെയുള്ള സദസ്സുകളിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ ദീന് പറയാൻ നമുക്ക് സാധ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മളെല്ലാം ഓരോ ദിവസവും 5 നേരം ഖാലിഖായ റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നുണ്ട്. വളരെ മനോഹരമായി നിസ്കാരത്തിന്റെ ഫർളുകൾ നമുക്കറിയാം, ഷർത്തുകൾ അറിയാം, സുന്നത്തുകൾ അറിയാം. അതെല്ലാം പാലിച്ചുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരാതെ നിസ്കാരത്തെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് സാധ്യമായത്? എങ്ങനെയാണ് നമുക്കത് സാധ്യമായത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബീജാബാബം നൽകിയതുകൊണ്ടാണ്. മഹാനരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എങ്ങാനും ആ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള മജ്‌ലിസുന്നൂറിന്റെ സംഗമങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമായിരുന്നോ? ഒന്ന് മഹാരഥന്മാരായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കളെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോലും നമുക്ക് സാധ്യമാകുമായിരുന്നോ? ആലോചിച്ച് നോക്കണം നമ്മൾ. ഞാൻ കടമേരി റഹ്മാനിയ അറബിക് കോളേജിൽ പഠിക്കുന്ന കാലം 10-15 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് ആണ് ആ മഹത്തായ സ്ഥാപനമുള്ളത്. അവിടെയാണ് 10 വർഷം ഈ വിനീതൻ പഠനം നടത്തിയത്. എന്റെ നാട്ടിലെ ചൗക്കി എന്ന പ്രദേശത്തെ മദ്രസയിൽ 7ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് കടമേരി റഹ്മാനിയയിലേക്കാണ്. 10 വർഷം അവിടെ പഠിച്ചു. ആ പഠനകാലത്തിനിടയിൽ ഒരിക്കൽ ട്രെയിനിൽ കാസർഗോട്ടേക്ക് ഞാൻ എന്റെ നാട്ടിലേക്ക് വരുന്ന വഴി ട്രെയിനിൽ രാജസ്ഥാൻകാരനായ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാൻ ഇടയായി. ആ യുവാവിനോട് ഞാൻ പേര് ചോദിച്ചു. പേര് പറഞ്ഞു. ആ യുവാവിനോട് അദ്ദേഹത്തിന്റെ നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിൽ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിസ്കാരം എന്ന് പറയുന്നത് കേവലം ജീവിതത്തിൽ ആകെ ജുമുഅ നമസ്കാരം മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. വെറുതെ പറയുകയല്ല ഞാൻ. 27 വയസ്സുള്ള കേട്ടാൽ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലേണ്ട അത്ര മനോഹരമായ പേരുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ടവരെ എന്നോട് പറഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുമ്പ്, 10-15 വർഷങ്ങൾക്ക് മുമ്പ് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ആകെ നിസ്കരിച്ചിട്ടുള്ളത് ജുമുഅ നമസ്കാരം മാത്രമാണ്. അതെന്നാ ജുമുഅ നമസ്കാരം എങ്ങനെയാണെന്നറിയോ? അദ്ദേഹം പറയാണ്, രാജസ്ഥാനിൽ അദ്ദേഹം ഏതോ ഒരു ഉൾഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ആ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച കൂട്ടുകാരോടൊന്നിച്ച് ഞങ്ങൾ ടൗണിലേക്ക് വരും. എന്തിനാ വരുന്നത്? 2 കാര്യമാണ് ഞങ്ങൾ നിയ്യത്ത് ചെയ്യാറുള്ളത്. ഒന്ന് സിനിമ കാണാൻ, മറ്റൊന്ന് ജുമുഅ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോവാൻ. 2 ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ടൗണിലേക്ക് വരിക. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഒന്ന് സിനിമ കാണാൻ, ടൗണിലേക്ക് വരണല്ലോ സിനിമ കാണാൻ. അപ്പൊ സിനിമ കാണാൻ വേണ്ടി ടൗണിലേക്ക് വരും. അപ്പൊ ബിദ്ദാത്ത് മഖ്സൂദ് അതാണ്. ബിദ്ദാത്ത് മഖ്സൂദ് എന്ന് പറഞ്ഞ യഥാർത്ഥ ലക്ഷ്യം അതാണ്. അങ്ങനെ ഏതായാലും സിനിമ കാണാൻ വരികയല്ലേ, ആ വരുമ്പോ സിനിമ കണ്ടു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പോ ജുമുഅന്റെ സമയമാകുമ്പോ ഒന്ന് അടുത്ത് പള്ളി ഉണ്ടാവും. ആ പള്ളിയിലും പോകും, സിനിമയും കാണും, എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകും എന്ന് രാജസ്ഥാനിലെ ഒരു 27-കാരനായ ചെറുപ്പക്കാരൻ പറഞ്ഞുവെങ്കിൽ പരിശുദ്ധ ഖുർആനുമായി ആ ചെറുപ്പക്കാരനുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിച്ചപ്പോ ആ ചെറുപ്പക്കാരന് ഖുർആനിൽ ആകെ അറിയാവുന്നത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. തമാശ രൂപേണ ഫാത്തിഹ ഒന്ന് ഓതാമോ എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ ഫാത്തിഹ ഓതി തന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതിലും മനോഹരമായി മഖ്റജുകളെല്ലാം ശ്രദ്ധിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് സാധ്യമാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് 27-കാരനായ രാജസ്ഥാനിലെ ഈ ചെറുപ്പക്കാരന് നമ്മുടെ നാട്ടിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിഞ്ചു പൈതങ്ങളെ പോലെ ഖുർആൻ പാരായണം ചെയ്യാൻ സാധ്യമാകാതെ പോയെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ അഭാവം തന്നെയാണ് അതിന്റെ കാരണം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അനുഗ്രഹീതമാണ് നമ്മുടെ കൊച്ചു കേരളം. ഇവിടെ നമുക്കതിന് സാധ്യമായത് മഹാരഥന്മാരായ നമ്മുടെ ഉലമാ ഉമറാ, നമ്മുടെ നാട്ടിലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ,
ആ പണ്ഡിതന്മാര് എന്ത് പറഞ്ഞാലും, ദീനിന് വേണ്ടി അവരെന്ത് പറഞ്ഞാലും അതിന് ആജ്ഞാനുവർത്തികളായി അവരെ പരിപൂർണമായി അനുസരിച്ച് അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വന്ന ഒരു പറ്റം ഉദാരമതികളായ സമ്പന്നന്മാർ, അതാണ് ഉമറാ എന്ന് പറയുന്നത്. ഉദാരമതികളായ സമ്പന്നന്മാര് അവരും മഹാന്മാരായ ഉലമാവും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്ന മനോഹരമായ മദ്രസകൾ, അറബിക് കോളേജുകൾ, അക്കാദമികളെല്ലാം എല്ലാം ആ ഉലമാ ഉമറ ഐക്യത്തിന്റെ പരിണിത ഫലമാണ്. ആർക്കും നിഷേധിക്കാനാവില്ല അത്. പ്രിയപ്പെട്ടവരെ, ആ മനോഹരമായ പവിത്ര പാരമ്പര്യം തന്നെയാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉലമാ ഉമറ ഐക്യത്തിന്റെ പരിണിത ഫലമാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ഉറക്കം വരുന്നുണ്ടോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു വചനം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം, ഇദാ സ്വലഹ, അവർ നന്നായാൽ, സ്വലഹന്നാസു കുല്ലുഹും, ഒരു നാട് മുഴുവനും നന്നാകുന്നതാണ്. വഇദാ ഫസദ, ആ രണ്ട് വിഭാഗം മോശമായാൽ, ഫസദന്നാസു കുല്ലുഹും, ഒരു നാട് മുഴുവനും മോശമാകുന്നതാണ്. അവര് നന്നാക്കിയാൽ ഒരു നാട് നന്നാവും എന്നല്ല പറഞ്ഞത്, അവര് നന്നായാൽ തന്നെ ഒരു നാട് മുഴുവനും നന്നാകുന്നതാണ്. അവര് മോശമാക്കണമെന്നില്ല, അവര് മോശമായാൽ മതി, എന്നാൽ തന്നെ ഒരു നാട് മുഴുവനും മോശമാകും. ആരാണ് ആ രണ്ട് വിഭാഗം? അലാ ഹിയൽ ഉലമാ വൽ ഉമറാ, അത് മഹാന്മാരായ ആലിമീങ്ങളും അതുപോലെ ഉമറാക്കളുമാണ്. മഹാന്മാരായ ഉലമാ ഉമറാ, അവരെ നന്നായാൽ ഒരു നാട് നന്നാകുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കൊച്ചു കേരളം. 1925കളിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് നാന്ദി കുറിക്കപ്പെടുന്നത്. അതിന്റെ ഉത്ഭവ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ എത്രയോ പ്രഭാഷണങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. വിശാലമായ ഒരു വിശകലനത്തിന് ഞാൻ മുതിരുന്നില്ല. 1920കളുടെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ പുതിയ ചില വാദങ്ങളുമായി രംഗപ്രവേശം ചെയ്തപ്പോഴാണ്, അന്നുപോലെ കേരളീയ മുസ്ലിം ഉമ്മത്ത് കേൾക്കാത്ത പുതിയ ചില വാദങ്ങളുമായി ചിലർ രംഗപ്രവേശം ചെയ്തപ്പോഴാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അഭിവന്യരായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ ചില ആലിമീങ്ങൾ കാണുന്നത്. അവര് പറഞ്ഞു, പൊന്നു തങ്ങളെ അങ്ങ് നേതൃത്വം നൽകണം, നമ്മൾ മുന്നിട്ടിറങ്ങണം, അല്ലെങ്കിൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നശിക്കാൻ പോവുകയാണ്, സുന്നത്ത് ജമാഅത്ത് നാമാവശേഷമാകാൻ പോവുകയാണ്, ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ ചില ആളുകളാൽ വികൃതമാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തങ്ങളെ നേതൃത്വം നൽകണം, ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ. അങ്ങനെയാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1926 ഔദ്യോഗികമായി ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ കാലാന്തരങ്ങളിൽ ഒരുപാട് ആലിമീങ്ങൾ അതിന് നേതൃത്വം കൊടുത്തു. ഏറ്റവും നല്ല ആലിമീങ്ങൾ, നമ്മുടെ നാട് കണ്ട ഏറ്റവും വറയുള്ള, സൂക്ഷ്മതയുള്ള, തഖ്വയുള്ള, സൽസ്വഭാവികളായ, കൂടുതൽ അല്ലാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങൾ, പ്രിയപ്പെട്ടവരെ, ആ ആലിമീങ്ങൾ നേതൃത്വം നൽകി. അങ്ങനെ ആ പ്രസ്ഥാനം ഇതാ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. ഈ 100 വർഷത്തിനിടയിൽ ആ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ചെയ്തു വെച്ച നന്മകൾ എത്രയാണ്! ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്! സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ രക്ഷിച്ചു എന്നതാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കാവലിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. അതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആറുകളോടുള്ള ഒരു ആദരവുണ്ട്,
ഒരു ബഹുമാനം. ആ ബഹുമാനം നിലനിർത്തിയത് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ബഹുമാനം പറ്റ കളഞ്ഞു കുളിച്ചു എന്നതാണ് പുത്തൻ വാദവുമായി രംഗപ്രവേശം ചെയ്ത ആളുകളെല്ലാം ഇവിടെ ചെയ്ത ഏറ്റവും വിഷമകരമായ പ്രവർത്തനം എന്ന് പറയുന്നത് ദീനിന്റെ ഷിആറുകളോടുള്ള ബഹുമാനങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച വസ്തുക്കളെ ആദരിക്കുക എന്ന് പറയുന്നത് അത് ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പെട്ടതാണ്. അത് ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച വസ്തുക്കളെയൊക്കെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദരവ് വേണം, അല്ലെ? മഹാന്മാരോട് ആദരവ് വേണം, നമ്മളെക്കാൾ പ്രായമുള്ളവരോട് ആദരവ് വേണം, ബഹുമാനം വേണം, ആലിമീങ്ങളോട് ആദരവ് വേണം, സാദാത്തുക്കളോട് ആദരവ് വേണം, സയ്യിദന്മാരോട് ആദരവ് വേണം. പ്രിയപ്പെട്ടവരെ, അത് ഈ ഉമ്മത്ത് കാലാന്തരങ്ങളിൽ ശീലിച്ചിട്ടുള്ള ഏറ്റവും പുണ്യമുള്ള ഒരു കർമ്മമാണ്. ആ ആദരവിനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ എടുത്തു കളഞ്ഞത്. ആ ആദരവിനെയാണ്, ഉലമാഇനോടുള്ള സാദാത്തുക്കളോടുള്ള ആദരവ്. അതാണ് ഏറ്റവും പ്രധാനമായി അവർ ചെയ്ത കാര്യം. അതാണ്. ആദരവില്ലാത്തൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ആരെങ്കിലും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ അത് ഹൃദയ ഭക്തിയുടെ ഭാഗമാണ്. തഖ്വയുള്ള ആളുകൾക്ക് അങ്ങനെ ബഹുമാനിക്കാൻ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ. ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോ നമ്മുടെ വളർന്നു വരുന്ന തലമുറ, അല്ലെ, ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പുതിയ തലമുറക്ക് ആദരവ് പറ്റ അന്യം നിൽക്കുന്നു എന്നത് വസ്തുതയാണ്. ആദരവില്ലാത്തൊരു സമൂഹമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് SKSSF-നും SYS-നും SKSBV-ക്കും ഒക്കെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടെയാണ് ആദരവുള്ള ഒരു സമൂഹത്തെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലുള്ള ആ മഹിതമായ പാരമ്പര്യം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ SKSSF-നെ സാധ്യമാകൂ, SYS-നും SKSBV-ക്കും മാത്രമേ സാധ്യമാകൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാണ് നമ്മൾ SKSSF-ന്റെ കീഴിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വളർത്തണം എന്ന് പറയാനുള്ള കാരണം. അതാണ്. SKSBV-യുടെ SKSSF-ന്റെ ഒക്കെ കീഴിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വളർത്തിയാൽ ആ ഒരു നന്മ അവരിൽ ഉണ്ടാവും. അല്ലാത്ത ചെറുപ്പക്കാരൊക്കെ നമ്മൾ കണ്ടില്ലേ? ഈ രംഗത്തോടൊന്നും താല്പര്യമില്ലാത്ത യുവാക്കൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറുപ്പക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരാദരവുമില്ല, ആരോടും ആദരവില്ല, ആരോടും പ്രതിബദ്ധതയില്ല. മല്ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ ഫലൈസ മിന്നാ. നമ്മളിൽ ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവരും വലിയ ആളുകളോട് ബഹുമാനം കാണിക്കാത്തവരും നമ്മളിൽ പെട്ടവനല്ലെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയവരോട് ആദരവ് വേണം. ആദരവിനെ പറ്റി പറയുമ്പോഴാണ് ഞാൻ ഓർത്തുപോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ശോധാവല്യം നിറഞ്ഞൊരു അധ്യായം. ആദരവില്ലാത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ തന്നെ ഊരിക്കളഞ്ഞ ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, നമുക്കറിയാം, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ബദ്ധവൈരിയാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഫറൂവ റാംസസ് രണ്ടാമൻ. ആ ഫിർഔൻ ഒരു രാത്രി സ്വപ്നം കണ്ടതാണ്. എന്താണ് അയാൾ കണ്ട സ്വപ്നം? ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നിന്നൊരു അഗ്നിനാളം തന്റെ നേർക്ക് പാഞ്ഞു വരികയാണ്. ബൈത്തുൽ മുഖദ്ദസ് ഏതാണ് നമുക്കറിയാം. ഇന്ന് ലോകത്തോട് വല്ലാതെ, ലോകത്തിനു മുമ്പിൽ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗസ, തേങ്ങുകയാണ് ഗസ. ലോകത്തോട് ആ ബൈത്തുൽ മുഖദ്ദസ് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് എന്നെ രക്ഷപ്പെടുത്താനുള്ളത്? ഫതഹഹാ ഉമർ. ഒരു കാലത്ത് എന്നെ മോചിപ്പിച്ചത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണെങ്കിൽ വഹററഹാ സ്വലാഹുദ്ദീൻ. ഫതഹഹാ ഉമർ വഹററഹാ അയ്യൂബ്. ഒരു കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് എന്നെ മോചിപ്പിച്ചതെങ്കിൽ
കാലങ്ങൾക്ക് ശേഷം എന്നെ മോചിപ്പിച്ചത് മഹാനായ സുൽത്താൻ സ്വലാഹുദ്ദീനുൽ അയ്യൂബിയാണെങ്കിൽ ഫമല്ലഹൽ ആൻ, ഇന്ന് ആ മനോഹരമായ മസ്ജിദുൽ അഖ്സയെ, ബൈത്തുൽ മുഖദ്ദസിനെ ജൂതപിശാചുകളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ആരാണുള്ളത്? ലോകത്തോട് കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈത്തുൽ മുഖദ്ദസ്. പ്രിയപ്പെട്ടവരെ, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഫലസ്തീനിൽ ഗസയിൽ 10,000 മരണപ്പെട്ടു. നമുക്കറിയാം 23,000-ലധികം ആളുകളാണ് ഔദ്യോഗിക കണക്ക് മരണപ്പെട്ടു, ഷഹീദായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. 10,000-കണക്കിന് ആളുകൾ ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നല്ല റാഹത്തുള്ള ഒരു ചികിത്സ പോലും അവർക്ക് ലഭ്യമല്ല. വളരെ സങ്കടകരമായ പരിതാപകരമായ അവസ്ഥയാണ് അവിടം. ദുആ ചെയ്യാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്കാവില്ല. നിസ്സഹായരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ ഒറ്റക്കുള്ള പ്രാർത്ഥനകളിലും കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകളിലും നമ്മുടെ പ്രിയപ്പെട്ട ഇഖ്വാനിങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ മറക്കരുത് എന്ന് സവിനയം ബഹുമാന്യ സദസ്സിനോട് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. അല്ലാഹുവേ, നീ ഫലസ്തീനികൾക്ക് മോചനം നൽകണേ അല്ലാ, അവർക്ക് നീ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. അല്ലാ, നീ അവർക്ക് റാഹത്ത് നൽകണേ അല്ലാ. അവിടങ്ങളിലുള്ള സംഘർഷഭരിതമായ സാഹചര്യം നീ അവസാനിപ്പിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബൈത്തുൽ മുഖദ്ദസിന്റെ നേർക്ക് നിന്നൊരു അഗ്നിനാളം തന്റെ നേർക്ക് പാഞ്ഞു വരികയാണ്. പാതിരാ നേരത്ത് ഈ സ്വപ്നം കണ്ട ഫിർഔൻ ചാടി എഴുന്നേൽക്കുകയാണ്. കൊട്ടാരത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരെ വിളിച്ചു ചേർക്കുകയാണ്. അവരോട് താൻ കണ്ട സ്വപ്നം എന്താണെന്ന് പറഞ്ഞു. താൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് അന്വേഷിച്ചു. അവരിൽ പ്രഗത്ഭനായ സ്വപ്ന വ്യാഖ്യാതാവ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ അധികാരം നഷ്ടപ്പെടുത്താൻ പോകുന്ന ഒരു കുഞ്ഞ് ബനു ഇസ്രായേലിൽ ജനിക്കാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ സ്വപ്ന വ്യാഖ്യാതാവ് പറഞ്ഞു കൊടുത്തു. ഫിർഔനോട് പറഞ്ഞു, നിങ്ങൾ അധികാരം നഷ്ടപ്പെടാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്, കേൾക്കേണ്ട താമസം രായ്ക്കുരാമാനം. ഫിർഔൻ ഉത്തരവിറക്കുകയാണ്. ഫിർഔൻ ആജ്ഞ പുറപ്പെടുവിക്കുകയാണ് തന്റെ പട്ടാളത്തോട്. എന്താണ് പറയുന്നത്? ബനു ഇസ്രായേലിൽ ഇനി ഒരു ആൺകുഞ്ഞു ജനിക്കാൻ പാടില്ല. ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു ആൺകുഞ്ഞും ജീവിച്ചിരിക്കാൻ പാടില്ല. ഫിർഔനിന്റെ പട്ടാളം നാട് മുഴുവനും റോന്തു ചുറ്റുകയാണ്. നാട് മുഴുവനും അരിച്ചു പെറുക്കുകയാണ്. എവിടെയെങ്കിലും ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പച്ചക്കു കൊന്നുകളയുകയാണ്. 10,000-കണക്കിന് പിഞ്ചു പൈതങ്ങളുടെ കബന്ധങ്ങളെ കൊണ്ട് നാടും നഗരവും നിറയുകയാണ്. അപ്പോഴാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജന്മം നൽകുന്നത്. ഖാലിഖായ റബ്ബ് ആ പ്രിയപ്പെട്ട മാതാവിന്റെ ദിവ്യബോധനം നൽകുകയാണ്. നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. ഫിർഔനിന്റെ പട്ടാളത്തിന്റെ കണ്ണിൽപ്പെടാതെ ആ കുട്ടിയെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഭദ്രമാക്കി വെച്ചോളാം. ഖാലിഖായ റബ്ബാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയോട് അല്ലാഹ് പറഞ്ഞു, ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നൈലിൽ ഒഴുക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നദിയിലൊഴുക്കാൻ ഉമ്മ ഒരു പെട്ടിയിലാക്കി ആ കുട്ടിയെ നദിയിലിടുകയാണ്. ആ പെട്ടി അങ്ങനെ നദിയിലൂടെ ഒലിച്ചു പോയി ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലെത്തുകയാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ പാറാവുകാർ ആ പെട്ടി എടുക്കുകയാണ്. പെട്ടി തുറന്നു നോക്കുമ്പോ സുന്ദരനായ സുമുഖനായ ഒരു ആൺകുട്ടി. കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളും ആ പെട്ടിയുടെ ചുറ്റിലും തടിച്ചുകൂടുകയാണ്. അപ്പോഴാണ് ഇമാമുന ഫഖറുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീലിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പോഴാണ് ഫിർഔനിന്റെ ഒരു റബീബത്ത് ഉണ്ടായിരുന്നു അവിടെ, ഒരു വളർത്തുപുത്രി. ഫിർഔനിന്റെ ഒരു വളർത്തുപുത്രി ഉണ്ടായിരുന്നു അവിടെ, റബീബത്ത്. ഫിർഔൻ ദത്തെടുത്ത് പോറ്റി വളർത്തുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി വെള്ളപ്പാണ്ട് രോഗിയായിരുന്നു. വെള്ളപ്പാണ്ട് രോഗിയായ ആ പെൺകുട്ടി സുമുഖനായ സുന്ദരനായ ആ കുട്ടിയുടെ വായിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഉമിനീരെടുത്ത് തന്റെ ശരീരത്തിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. അത്ഭുതമേ, ആ പെണ്ണിന്റെ വെള്ളപ്പാണ്ട് രോഗം നിമിഷ നേരം കൊണ്ട് മാറുകയാണ്. അതിന് ശമനം ലഭിക്കുകയാണ്.
ഇത് കേട്ടു ഫിർഔനിന്റെ കാതിൽ വാർത്തയെത്തി. സുമുഖനായൊരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഉമിനീരെടുത്ത് പുരട്ടിയപ്പോ തന്റെ പ്രിയപ്പെട്ട മകളുടെ വെള്ളപ്പാട് രോഗത്തിന് ശമനം ലഭിച്ചു. ഫിർഔൻ ഓടി വന്നു, അരയിൽ നിന്ന് വാളെടുത്തു. ഇത് തന്നെയാണ് എന്റെ അധികാരത്തിന്റെ അന്തകനായ, എന്റെ അധികാരം നഷ്ടപ്പെടുത്തുന്ന കുട്ടി ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഫിർഔൻ തന്റെ അരയിൽ നിന്ന് വാളെടുത്ത് കൊല്ലാനൊരുങ്ങുകയാണ്. അപ്പോഴാണ് കൂടെയുള്ള പ്രിയപ്പെട്ട പത്നി ആസിയ ബിന്തു മുസാഹിമിന്റെ മകളായ ആസിയ, അവർ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, അരുത് ഭർത്താവേ, ലാ തഖ്തുലൂ അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ, നമുക്ക് ഈ കുട്ടിയെ കൊല്ലരുത്. ഭർത്താവിനോട് കേണപേക്ഷിക്കുകയാണ് ഭാര്യ. അരുത് ഭർത്താവേ, ചെയ്യരുത്, കൊല്ലരുത്, നമുക്ക് ഈ കുട്ടിയെ വളർത്താം, ഈ കുട്ടിയെ നമുക്ക് വളർത്താം, നമുക്ക് ഉപകരിച്ചേക്കാം എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ആസിയ ബീവി. അപ്പോഴാണ് ഫിർഔൻ ആസിയ ബീവിയോട് പറഞ്ഞത്, അമ്മാ അന ലാ ഹാജത ലീ ഫീ, ഭാര്യയോട് പറഞ്ഞു, ആസിയ, നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ കുട്ടിയെ വെറുതെ വിടുകയാണ്. എന്റെ കൺമുമ്പിൽ നിന്ന് ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയിക്കോളൂ, നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ കൊന്നുകളയും. എനിക്കേതായാലും ഈ കുട്ടിയെ വേണ്ട, എനിക്ക് താല്പര്യമില്ല, ഞാൻ കൊല്ലേണ്ടതാണ്. പിന്നെ വെറുതെ വിട്ടത് നിനക്ക് വേണ്ടിയാണ്, നീ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഫിർഔൻ ആ കുട്ടിയെ വെറുതെ വിടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾ മാത്രമാണ് പഠിച്ചോനെ സലാത്തിൽ നിർത്താനായോ? കുറച്ചുകൂടി പറയല്ലേ? ഉറക്കെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടിക്കാൻ കൊടുക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഒരു ഉഷാറ് കിട്ടുന്നില്ല സദസ്സിന് അല്ലേ? സംഘാടകരെ കുടിക്കാൻ കൊടുക്കുന്നില്ലേ? ഉണ്ടാ? ഇല്ലല്ലേ? അടുത്തൊല്ലം കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇക്കൊല്ലം ഒരുങ്ങിയിട്ടില്ല, അടുത്തൊല്ലം അല്ലേ? കുറച്ച് ഗ്ലാസും കുപ്പിയെല്ലാം കാണുന്നുണ്ട്, ഇന്നലെ കൊടുത്തിനെന്ന് തോന്നുന്നല്ലേ? എന്തോട്ടെ, അങ്ങനെ കുടിക്കാൻ എന്തെങ്കിലും ആക്കണം. 2 മണിക്കൂറൊക്കെ ഉള്ളതല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് സംഘാടകര് അടുത്തൊല്ലം ഇൻഷാ അല്ലാഹ് കുടിക്കാൻ തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്തൊല്ലാണെന്നല്ല, നാളെ വേണം, നാളെയും കൊടുക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ കാരണത്തെ നിങ്ങൾക്ക് നാളെ കുടിക്കാൻ എന്തെങ്കിലും കിട്ടും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നിട്ടൊരു ഷാറ് പോരാല്ലേ പഠിച്ചോ? കുടിക്കാൻ കൊടുത്തിട്ടേ ആമീന്ന് പറയുള്ളൂ എന്നാണോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, ഫിർഔനെങ്ങാനും ആസിയ ബീവി പറഞ്ഞതുപോലെ ഹുവ ഖുർറത്തു ഐനിൽ ലീ കമാ ഹുവ ലകി ലഹദാഹുല്ലാഹു കമാ ഹദാഹാ. ഫിർഔനെങ്ങാനും ആസിയ ബീവി പറഞ്ഞതുപോലെ ഈ കുട്ടി എനിക്കും കണ്ണിന് കുളിർമയാണ് ആസിയ, ഈ കുട്ടി എനിക്കും സന്തോഷമാണ് ആസിയ എന്നെങ്ങാനും ഫിർഔൻ പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിയ ബീവിക്ക് ഹിദായത്ത് കൊടുത്തതുപോലെ ഫിർഔനിനും ഹിദായത്ത് കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉണ്ടോ? ആസിയ ബീവിക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ ഹിദായത്ത് കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ടാ പിന്നെ ഫിർഔനിനെ കൊടുക്കാതെ പോയത്? ഫിർഔൻ അനാദരവിന്റെ വാക്ക് പറഞ്ഞു എന്നതാണ് കാരണം, ആദരവില്ലാതെ സംസാരിച്ചു എന്നതാണ് കാരണം. ഉലമാ പറയാണ്, എന്റെ വകയല്ല, ആദരവില്ലാതെ സംസാരിച്ചു ഒരു മഹാനായ മനുഷ്യനെ പറ്റി, ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും. ആസിയ ബീവി ആരായി? ആസിയ ബീവി സ്വർഗീയ വനിതകളുടെ ലീഡർമാരിൽ ഒരാളായി മാറി. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്ക്. ഫിർഔനിന്റെ കൂടെ കിടന്ന ആസിയ ബീവി സ്വർഗീയ വനിതകളുടെ ലീഡർമാരിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവിയുടെ ശ്രേണിയിലേക്ക് ആസിയ ബീവി എത്തി എന്നാണ്. എന്റെ വഅദ് കേൾക്കുന്ന ഈ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരറിയണം, നിങ്ങളെ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന 4 ലീഡർമാരെ പുന്നാര നബി തങ്ങൾ ഈ ഉമ്മത്തിന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന,
സ്വർഗീയ വനിതകളുടെ ലീഡർമാര് ഫാത്തിമ ബിന്തു മുഹമ്മദ്. ഒന്ന് എന്റെ പൊന്നുമോൾ ഫാത്തിമയാണ്. ഖദീജ ബിന്തു ഖുവൈലിദ്. മറ്റൊന്ന് ഖുവൈലിദിന്റെ മകളായ ഖദീജ അഥവാ ഹബീബായ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ. ഇബ്രാഹിം എന്ന മകനൊഴികെ മറ്റുള്ള എല്ലാ മക്കളുടെയും ഉമ്മയായ ഖദീജ ഫാത്തിമ ബീവിയുടെ ഉമ്മയാണ്. അബ്ദുള്ള എന്ന മകന്റെ ഉമ്മയാണ്. ഖാസിം എന്ന മകന്റെ ഉമ്മയാണ്. സൈനബ് എന്ന മകളുടെ ഉമ്മയാണ്. ഉമ്മു കുൽസൂം എന്ന മകളുടെ ഉമ്മയാണ്. റുഖിയ എന്ന മകളുടെ ഉമ്മയാണ്. ഇബ്രാഹിം എന്നൊരു മകൻ ഉണ്ടായിരുന്നു. ആ മകന്റെ ഉമ്മ മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമപ്പെണ്ണാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് അടിമയായി ലഭിച്ച അടിമ സ്ത്രീ അല്ലേ, അവരിൽ നിന്നാണ് ഇബ്രാഹിം എന്ന മകനുണ്ടായത്. ബാക്കിയുള്ള എല്ലാ മക്കളും ഹബീബിന് ജനിച്ചത് ഖദീജ ബീവിയിലൂടെയാണ്. ആ ഖദീജ ബീവിയാണ് സ്വർഗീയ വനിതകളുടെ ലീഡർമാരിൽ രണ്ടാമത്തേത്. 3 ആസിയ ബിന്തു മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. മുസാഹിമിന്റെ മകളായ ആസിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫിർഔനിന്റെ ഭാര്യ മുസാഹിമിന്റെ മകളായ ആസിയ, അവരും സ്വർഗീയ വനിതകളുടെ ലീഡറാണ്. നാലാമത്തെ ലീഡർ മറിയം ഇബ്നത്ത് ഇമ്രാൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് പറഞ്ഞ ഏക വനിതയാണവർ. അവരുടെ പേരെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ, മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, നാളെ ഈ 4 മഹദിമാരുടെ കൈപിടിച്ച് സ്വർഗം കടക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാഹു അതിന് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് കുറച്ച് അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം, അല്ലേ അല്ലേ? അതിന് കുറച്ച് ദുനിയാവിൽ പണിയെടുക്കണം, എന്നാലേ അവരുടെ കൈപിടിച്ച് സ്വർഗത്ത് കടക്കാൻ പറ്റും. ഇവിടെ നടക്കുന്ന എല്ലാ മാലിന്യങ്ങളെയും നിങ്ങൾ പേറിയാൽ അവരുടെ കൈപിടിച്ച് സ്വർഗം നടക്കാൻ പറ്റൂല. പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന കുറെ മാലിന്യങ്ങളുണ്ട്. ഈ പുതിയ കാലത്ത് നടക്കുന്ന കല്യാണത്തോടനുബന്ധമായി നടക്കുന്ന കുറെ മാലിന്യങ്ങളും മറ്റുള്ള ബർത്ത്ഡേ പാർട്ടികളും മറ്റുള്ള പാർട്ടികളും ഒക്കെയായി നടക്കുന്ന കുറെ അരുതായ്മകളുണ്ട്. എല്ലാരും ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഉസ്താദേ എന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ള മാലിന്യങ്ങളൊക്കെ പേറാൻ നിങ്ങളും തയ്യാറായാൽ ഈ പറയുന്ന തരുണി മണികളുടെ കൂടെ നാളെ സ്വർഗത്ത് കിടക്കാൻ ഭാഗ്യമുണ്ടാവില്ല. ഞാനിത് വെറുതെ പറയല്ല, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ദീനാണ്, ഞാൻ പറയുന്നത് പരിശുദ്ധ ദീനാണ്. എന്റെ വായന കേൾക്കുന്ന ഉമ്മമാര് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. സാന്ദർഭികമായി ഞാൻ സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഇതിന്റെ ബാക്കി പറയാം. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാരെ ശ്രദ്ധിക്കണം. ഹയാ നഷ്ടപ്പെട്ടു പോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹയാ ഈ ഉമ്മത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരിൽ നിന്ന് പറ്റെ ലജ്ജ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എടുക്കപ്പെട്ടു പോയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഞാൻ പറയുന്നത് വെറുതെ അല്ല, നമ്മൾ കാണുന്നതാണ്. യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഭർത്താവിന്റെ കൂടെ നിന്ന്, അല്ലെ, കുറെ വ്ളോഗർമാരുണ്ട്. ഇപ്പൊ കുറെ വ്ളോഗർമാർ ഇറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ഇങ്ങനെ ലൈവായി നമ്മുടെ സഹോദരിമാരിങ്ങനെ വിലസുകയാണ്, തലയിൽ തട്ടമിട്ടും തട്ടമിടാതെയും. യൂട്യൂബിലും ഫേസ്ബുക്കിലോ എവിടെ നോക്കിയാലും നമ്മുടെ മുസ്ലിമാത്തുകളായ സഹോദരിമാരാണ്. വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് കാണുമ്പോൾ. കുറെ വ്ളോഗർമാർ അവരുടെ ഭാര്യമാരെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്, അല്ലെ? അത്തരം വീഡിയോസുകളുടെ കമന്റുകളൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. മാഷാ അല്ലാഹ് എന്തൊരു ക്യൂട്ടാണ്, മാഷാ അല്ലാഹ് എന്തൊരു ചേലാണ്, എന്തൊരു ഭംഗിയാണ്, ഈ ഡ്രസ്സ് എന്തൊരു ഭംഗിയാണ്, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെയാണ് കമന്റ്. ഏതിന്? ഈ തലയിൽ തട്ടമിടാതെ ആടിയും പാടിയും നൃത്തം ചവിട്ടിയും നിൽക്കുന്ന കുറെ സഹോദരിമാർക്ക് മാഷാ അല്ലാഹ് ഇട്ട് കമന്റ് ഇടുന്ന ആമിനമാരെ, ഫാത്തിമമാരെ, ഖദീജമാരെ, നാളെ ഫാത്തിമ കടന്നുപോയ സ്വർഗത്ത് കടക്കാൻ പറ്റില്ല. ഞാനിത് വെറുതെ പറയല്ല, അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ല പോലെ ഞാൻ വളരെ സ്നേഹത്തോടെ പറയാണ്, അവസാന നാളിന്റെ അടയാളങ്ങളിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വയുർഫഉൽ ഹയാ, ഹയാ ഉയർത്തപ്പെടും, ലജ്ജ ഉയർത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളിൽ നിന്നത് ഉയർന്നു പോവരുതേ, ലജ്ജ വേണം. പ്രിയപ്പെട്ട മക്കളെ ലജ്ജയോടെ വളർത്തണം. നല്ല നാണം വേണം. +2 പഠിക്കുന്ന പെൺകുട്ടികൾക്ക്, 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക്, 3ഉം 4ഉം മക്കളുടെ ഉമ്മമാർക്ക് നാണം നഷ്ടപ്പെടരുത്. നാണം വേണം, നാണം വേണം, ലജ്ജ വേണം. അതൊരു മുസ്ലിമത്തായ പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ്.
വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ആരെങ്കിലൊക്കെ തട്ടമിടാതെ എന്തൊക്കെ നൃത്തം ചവിട്ടിയാലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പല രീതിയിലുള്ള വീഡിയോസുകൾ പോസ്റ്റ് ചെയ്താലും ഉമ്മമാരെ, അതൊന്നും നിങ്ങളെ ബാധിക്കരുത്. ആരോ എന്തോ ചെയ്തോട്ടെ. നിങ്ങൾ കരുതേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് എന്റെ അല്ലാഹുവിന് ഇത് ഇഷ്ടമാവില്ല, എന്റെ ഹബീബിന് ഇത് ഇഷ്ടമാവില്ല. ഞാനിത് ചെയ്യാൻ പാടില്ല. ഞാനിത് ചെയ്താൽ നാളെ ഫാത്തിമ ബീവിയുടെ അതുപോലെ ഖദീജ ബീവിയുടെ കൈപിടിച്ച് സ്വർഗം കടക്കാൻ എനിക്ക് കഴിയില്ല. ആ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് വിനയത്തോടെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഉമ്മമാരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ നബി തങ്ങൾ പറയാണ്, ഫിർഔനെങ്ങാനും ആസിയ ബീവി പറഞ്ഞതുപോലെ ഈ കുട്ടി എന്റെ കണ്ണിന് കുളിർമയാണ് എന്നൊരു ആദരവിന്റെ വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഫിർഔനിനും അല്ലാഹു ഹിദായത്ത് നൽകുമായിരുന്നു എന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ചൊല്ല് അസ്സലാത്തു അലൻ നബി. ഓർക്കെ നല്ല ആവേശത്തോടെ പോരാ ഒന്നുകൂടി. അറബി അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الصلاة على النبي على الرسول الشفيع الأبطحي والحبيب العربي. അപ്പോ ആദരവ് വളരെ പ്രധാനമാണ്. ആദരവില്ലാത്തതിന്റെ പേരിലാണ് ഫിർഔനിന് അല്ലാഹു ഈമാൻ ഹിദായത്ത് നൽകാത്തത് എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ മൂസാ നബിയുടെ ചരിത്രത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോടും ഹാറൂൻ നബിയോടും ഫിർഔനിന്റെ അരികിലേക്ക് വീണ്ടും രണ്ടാമത് ചെല്ലാൻ വേണ്ടി പറയുകയാണ്. അല്ലേ? രണ്ടാമത് ഫിർഔനിന്റെ അരികിൽ പോകാൻ ആവശ്യപ്പെടുകയാണ്. എന്തുമായിട്ടാണ് പോകാൻ പറഞ്ഞത്? ചില മുഅ്ജിസാത്തുകളുമായിട്ടാണ്. എന്താണ് മുഅ്ജിസത്ത്? താഴെ ഇട്ടാൽ പാമ്പാകുന്ന വടി, അതുപോലെ കൈവെള്ള, പ്രകാശിക്കുന്ന കൈവെള്ള, ഇങ്ങനെ ചില മുഅ്ജിസാത്തുകളുമായി ഫിർഔനിന്റെ അരികിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ, ദീനിലേക്ക് ക്ഷണിക്കാൻ. അങ്ങനെ ഫിർഔനിന്റെ അരികിൽ ചെന്നു മഹാനായ മൂസ നബിയും പ്രിയപ്പെട്ട സഹോദരൻ ഹാറൂൻ നബിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഫിർഔനിന്റെ അരികിൽ ചെന്നവരെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചപ്പോ ഫിർഔൻ പറഞ്ഞു തന്റെ ജനതയോട്, ഓ ജനങ്ങളെ, സാഹിറാണിവൻ, മാരണക്കാരനാണിവൻ, ഇവൻ മാരണവുമായി നമ്മളെ പിഴപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുള്ള സർവ്വ മാരണക്കാരെയും ഇങ്ങോട്ട് വരാൻ പറയൂ, നമുക്കിവനെ പരാജയപ്പെടുത്തണം, സിഹ്ർ ചെയ്ത് പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ നാട്ടിലുള്ള സർവ്വ സാഹിര്യങ്ങളെയും വിളിച്ചുകൂട്ടപ്പെട്ടു. ഒരു ഭാഗത്ത് മഹാനായ മൂസ നബി, മറുഭാഗത്ത് നൂറുകണക്കിന് സാഹിര്യങ്ങൾ, മാരണക്കാർ. സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം നടക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലക്ഷക്കണക്കായ, പതിനായിരക്കണക്കായ ആളുകൾ കാണികളായി നിൽക്കുകയാണ്, ഇത് വീക്ഷിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഫിർഔൻ കൊണ്ടുവന്ന മാരണക്കാർ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചത്, മൂസ നബിയേ,
നിങ്ങളാണോ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള വടി താഴെ ഇടുന്നത്, അതല്ല ഞങ്ങൾ ഇടണോ? ആരാണ് ഇടേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. നിങ്ങളാണ് പറയേണ്ടത്. ആരാണ് ആദ്യം വടി താഴെ ഇടേണ്ടത് എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. അതൊരു ബഹുമാനത്തിന്റെ സംസാരമാണ്, അതൊരു റെസ്പെക്റ്റിന്റെ വർത്തമാനമാണ്. മഹാനായ ഇമാമുന ഫഖ്റുദ്ദീൻ റാസി തങ്ങളടക്കമുള്ള മുഫസ്സിരിങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ബഹുമാനത്തിന്റെ കാരണത്താൽ തഅദ്ദബൂ മഅ മൂസ അലൈഹിസ്സലാം. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ആ മാരണക്കാർ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിച്ചു. ഫകാന സബബു ഈമാനിഹിം, ആ ബഹുമാനം കാരണമാണ് ആ മാരണക്കാർ മുഅ്മിനീങ്ങളായി മാറിയത്. അവര് പറഞ്ഞു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, മൂസ നബിയെ, നിങ്ങളാണോ അതോ ഞങ്ങളാണോ ആദ്യം ഞങ്ങളുടെ കയ്യിലുള്ള ഈ വടിയും പാമ്പുകളും താഴെ ഇടേണ്ടത്, ഈ വടിയും കയറുകളും താഴെ ഇടേണ്ടത്? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിച്ചതാണ്. ആ ഒരൊറ്റ ബഹുമാനം കാരണത്താലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ഈമാൻ നൽകിയത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ആദരവ് വളരെ പ്രധാനമാണ്. പ്രായമുള്ളവരോട് ആദരവ് വേണം. മാതാപിതാക്കളോട്, ഗുരുനാഥന്മാരോട്, സാദാത്തുക്കളോട്, ആലിമീങ്ങളോടെല്ലാം ആദരവ് വേണം. ആദരവ് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. സയ്യിദന്മാരോട് ആദരവ് വേണം. പാണക്കാട്ടെ തങ്ങന്മാരെ ബഹുമാനിക്കണം. എല്ലാ സയ്യിദന്മാരോടും ആദരവ് വേണം എന്ന് പറഞ്ഞ് സയ്യിദന്മാർക്ക് ബഹുമാനമുണ്ട് എന്ന് അവരെ ബഹുമാനിക്കണമെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ആദരവ് എടുത്തു കളയാൻ ചില ആളുകൾ മുന്നോട്ട് വന്നപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകൃതമായത്. ഉമ്മത്തിനോട് പറഞ്ഞു, നിരാക്ഷേപം കാലങ്ങളായി ഈ ഉമ്മത്ത് ചെയ്തു പോരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെ തന്നെ തുടരണം എന്ന് പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈമാനിന് കാവലിരുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. മാഷാ അല്ലാഹ്, കുടിക്കാനില്ല എന്നാരാ പറഞ്ഞേ? കുടിക്കാൻ കൊണ്ടുവരുന്നുണ്ടല്ലേ? മാഷാ അല്ലാഹ്. പറയുമ്പോൾ എത്തിയല്ലേ? അപ്പൊ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ? റെഡിയാക്കിയിട്ട് എന്റെ പറച്ചിൽ കൊണ്ടൊന്നും അല്ല, നേരത്തെ റെഡിയാണ്. മാഷാ അല്ലാഹ്. എനിക്ക് വേണ്ട, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ജ്യൂസാണ് എന്ന് ആമീന്ന് പറഞ്ഞ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്കെല്ലാം കുടിക്കാൻ തരും, ഒന്നും ബേജാറാക്കണ്ട അല്ലെ? ഇൻഷാ അല്ലാഹ്. അത് ഉണ്ടാക്കിയ ആളുകൾ, അതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ പരിപാടിക്ക് സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എല്ലാ നന്മകളെയും നിഷേധിക്കാൻ ചില ആളുകൾ കടന്നു വന്നു അല്ലെ? കളിയാക്ക് എന്തെല്ലാമാണ്, ഏതെല്ലാം രീതിയിലാണ് ഈ ഉമ്മത്തിനെ പരിഹസിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏതെല്ലാം രീതിയിലാണ്. മാല മൗലിദുകളെല്ലാം ശിർക്കിന്റെ വരികളാണെന്ന് പ്രഖ്യാപിച്ചു. അല്ലാഹ് തിരുപ്പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ബേദാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലെ ആയേ മുഹമ്മദാവർ കീള ആണോവർ എല്ലാ കീളയിലും പങ്കിളായോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ ബിൽ കുതുബിർ റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതിയ അല്ലാഹ്. മനോഹരമായ മുഹ്യിദ്ദീൻ മാല, നഫീസത്ത് മാല. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന യുഗപ്രഭാവനായ ഒരു പണ്ഡിതന്റെ കരങ്ങളാൽ രചിക്കപ്പെട്ട മനോഹരമായ മുഹ്യിദ്ദീൻ മാല, അത് മുഴുവനും ശിർക്കിന്റെ വരികളാണ് എന്ന് പ്രഖ്യാപിച്ചു. ആ മാലയിൽ ഒരു വരി കാണാം: ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീര ഉള്ളോവർ. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി പറയാൻ, ആകാശത്തും മേലെയും ഭൂമിക്ക് താഴെയും അവരുടെ കൊടിയുടെ നീളം ഉണ്ട്.
അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്താ പറഞ്ഞത്? ആകാശത്തിന്റെ മേലെ ഭൂമിക്ക് താഴെ അവരുടെ കുടിക്ക് അത്ര വലിയ നീളമുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ കുടിക്ക് അത്ര വലിയ നീളമുണ്ട് എന്ന് പറയാൻ. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ആലങ്കാരിക പ്രയോഗം വിശുദ്ധ ഖുർആനിൽ പോലും ഉണ്ട്. അങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗം അതിനെടുത്ത് ഇവര് പറഞ്ഞു, ഇത്ര വലിയൊരു കൊടി കെട്ടാനുള്ള വടി ഏത് കാട്ടിൽ നിന്നാണ് സുന്നികളെ നിങ്ങൾ കൊണ്ടുവന്നത്? ആകാശത്തിന്റെ മേലെയും ഭൂമിക്ക് താഴെ ഒരു കൊടി കെട്ടണമെങ്കിൽ ആ കൊടി കെട്ടാനുള്ളൊരു വടി ഉണ്ടാവണ്ടേ? അങ്ങനെയുള്ളൊരു വടി ഏത് കാട്ടിൽ നിന്നാണ് സുന്നികളെ നിങ്ങൾ കൊണ്ടുവന്നത്? ആ കൊടിയിൽ ആ വലിയ ആ വടിയിൽ കെട്ടാനുള്ള കൊടി ഏത് ടൈലറെ കൊണ്ടാണ് നിങ്ങൾ ആ കൊടി അടുപ്പിച്ചത്? ഏത് ടൈലറെ കൊണ്ടാണ്? ഈ രീതിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ഈ രീതിയിൽ മുഹ്യിദ്ദീനും ആലയൊക്കെ പരസ്യമായി അവഹേളിച്ചപ്പോഴാണ് സമസ്തയുടെ ആൺകുട്ടിയായിരുന്ന മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, അദ്ദേഹം അതേ നാണയത്തിൽ അവർക്ക് മറുപടി കൊടുത്തു. അവരുടെ ജൽപ്പനങ്ങളെ എല്ലാം തകർത്തെറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു ആലങ്കാരിക പ്രയോഗം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ മുഹ്യിദ്ദീൻ മാലയെ പരിഹസിക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ വിശുദ്ധ ഖുർആനിൽ പോലും ആലങ്കാരിക പ്രയോഗമില്ലേ? വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീആ, നിങ്ങൾ അല്ലാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കണേ എന്നാണ് ഖുർആനിൽ ഒരു ആയത്ത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ഐക്യത്തോടെ മുന്നേറണം. ദീനിന്റെ വഴിയിൽ നിങ്ങൾ ഭിന്നതയില്ലാതെ ഐക്യത്തോടെ മുന്നേറണം എന്നാണ് അതിന്റെ ആശയം. പക്ഷെ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ചോദിച്ചു, അല്ലയോ മുജാഹിദുകളെ, സലഫികളെ, എവിടെയാണ് അല്ലാഹുവിന്റെ കയർ എന്ന് പറഞ്ഞൊരു കയർ എവിടെയാണുള്ളത്? ആ ചോദ്യത്തോടുകൂടെ അവരുടെ വാദമുഖങ്ങൾ അവരവസാനിപ്പിച്ചു എന്നതാണ് ചരിത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഈ രീതിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ വികലമാക്കാൻ ചില ആളുകൾ രംഗപ്രവേശം ചെയ്ത 1920കളുടെ പശ്ചാത്തലത്തിലാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന കാലം കണ്ട ഈ നാട് കണ്ട മഹാമനീഷിമാരിൽ ഏറ്റവും പ്രഗത്ഭനായ ആ സയ്യിദ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയത്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള കേരളക്കരയിലുള്ള ഒരുപാട് ആലിമീങ്ങൾ അന്ന് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് രൂപീകരണം നടത്തുമ്പോൾ സാക്ഷികളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ആ പ്രസ്ഥാനം ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്. ആ പ്രസ്ഥാനത്തിന് കാലാന്തരങ്ങളിൽ നേതൃത്വം നൽകിയ മഹാരഥന്മാർ ആരൊക്കെയാണ്? ആരാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എന്ന് ബഹുമാന്യരായ സഹോദരങ്ങളോട് ഞാൻ കൂടുതൽ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണ് മഹാനരായ കണ്ണിയത്ത് ഉസ്താദ്? ആരാണ് ശൈഖുനാ ശംസുൽ ഉലമ? ആരാണ് കോട്ടുമല ഉസ്താദ്? അങ്ങനെ നൂറുകണക്കിന് മഹാരഥന്മാരായ തഖ്വയുള്ള വറഉള്ള സൂക്ഷ്മതയുടെ പര്യായങ്ങളായ ആലിമീങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. മുഅ്മിനീങ്ങളെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അവരുടെ ചരിത്രമൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അത്ഭുതമാണ്. ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിയില്ല. അത്ര വലിയ അത്ഭുതത്തിന്റെ പേരാണ് റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അത്ഭുതമാണ്, അത്ഭുതമാണ് മഹാനരായ കണ്ണിയത്ത് ഉസ്താദ്. എന്തെല്ലാം സംഭവങ്ങളാണ് കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി ആധികാരികമായി തന്നെ പറയപ്പെട്ടിട്ടുള്ളത്. കെട്ടുകഥയല്ല, ആധികാരികമായി തന്നെ നമ്മുടെ മഹാന്മാരായ ഉലമായിലൂടെ പറഞ്ഞു കേട്ട എന്തെല്ലാം സംഭവങ്ങളാണ്. ഒരു പഴംപൊരി, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇതുപോലൊരു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുന്ന വഴി, രാത്രി നേരം മടങ്ങുന്ന വഴി ഒരു ഹോട്ടലിന്റെ പരിസരത്ത് നിർത്തി ചായയും പഴംപൊരിയും വാങ്ങിയത്ര. പഴംപൊരി വാങ്ങി, എന്നിട്ട് ഡ്രൈവറോട് ചായ കുടിച്ച് പഴംപൊരി കയ്യിൽ പിടിച്ച് ഡ്രൈവറോട് വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി പോയി. തിരിച്ചു പോകുമ്പോ കണ്ണിയത്ത് ഉസ്താദ് ഉടനെ പറഞ്ഞു ഡ്രൈവറോട്, മോനെ തിരിക്ക്, വണ്ടി തിരിക്കെന്ന് പറഞ്ഞു. വണ്ടി തിരിക്കെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി തിരിച്ചു വിട്ടു. ആ ഹോട്ടലിലെത്തി. ഹോട്ടലിന്റെ ഉടമസ്ഥൻ അരികിൽ വിളിച്ചു. കണ്ണിയത്ത് ഉസ്താദ് സ്നേഹത്തോടെ പറഞ്ഞു, മോനെ എന്താ ഇതിന്റെ പേരെന്ന് ചോദിച്ചു. പറഞ്ഞു, പഴംപൊരിയാണ് ഉസ്താദെ. നമ്മള് ബാക്കാച്ചി എന്ന് പറയും അല്ലേ? എന്താ പറയില്ലേ?
ബാക്കാച്ച് അല്ലേ? ബി ക്യാച്ച് ഒരു കളിയുണ്ട് കുട്ടിയൊക്കെ അല്ലേ? അതായത് കുട്ടികൾ ചെറിയ ബാക്കാച്ച് ബി ക്യാച്ച് എന്തൊരു കളിയൊക്കെ ഉണ്ട്. എന്തോട്ടെ. അപ്പൊ ബാക്കാച്ചി എന്ന് പറയുന്നത് നമ്മുടെ പഴംപൊരി. മഹാനായ ഉസ്താദ് ഹോട്ടലോട് ചോദിച്ചു, എന്താ മോനെ ഇതിന്റെ പേര്? പഴംപൊരിയാണ് ഉസ്താദ് എന്ന് പറയുന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ സഹോദരനോട് പറഞ്ഞു, മോനെ ഒന്നുകിൽ ഇതിന് നീ മൈദ പൊരി എന്ന് പറയണം. ഒന്നുകിൽ ഇതിന് മൈദ പൊരി എന്ന് പറയണം, പഴംപൊരി എന്ന് പറയരുത്. കാരണം തമാശ പറയല്ല, പറഞ്ഞു കൊടുക്കാണ്, ഉപദേശിക്കാണ്. ഇതിന് മൈദ പൊരി എന്നാണ് പറയേണ്ടത്. കാരണം ഇതിൽ കൂടുതലുള്ളത് മൈദയാണ്, പഴം കുറവാണ്. കൂടുതലുള്ള സാധനത്തിന്റെ പേരല്ലേ പറയാ. പഴം കൂടുതലാണെങ്കിൽ പഴംപൊരി എന്ന് പറയാമായിരുന്നു. ഇതിൽ കൂടുതൽ മൈദയാണുള്ളത്, പഴം കുറവാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഇതിന് മൈദ പൊരി എന്ന് പറയണം, അല്ലെങ്കിൽ നാളെ മുതൽ നീ എന്ത് ചെയ്യണം? പഴം കൂട്ടണം, മൈദ കുറക്കണം. കണ്ണീദുസ്താന്റെ ഉപദേശം ഇത് പറഞ്ഞു തരൽ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്ന് നിന്നോട് ഇത് പറഞ്ഞു തന്നത്. നാളെ റബ്ബ് എന്നോട് ചോദിക്കും, അഹമ്മദേ ഒരു തെറ്റവിടെ ചെയ്തിട്ട് എന്താണത് പറഞ്ഞു കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയാവും. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണം. ഇത് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്ന് നാളെ എൻ്റെ റബ്ബിനെ ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ബാക്കി നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്തു എന്ന് പറഞ്ഞ് മഹാനായ കണ്ണീർ ഉസ്താദ് തിരിച്ചുപോയി. നിങ്ങളൊന്ന് ആലോചിച്ചു, നിസ്സാരമാണെന്ന് നമ്മൾ കരുതുന്ന ഒരു കാര്യം. അവരൊരു ചായപ്പൊടിയുടെ കഥ പറയാറുണ്ട് കണ്ണീർ ഉസ്താദിനെ കുറിച്ച്. കാണാൻ വന്ന ഒരാൾ ഒന്നരായ കണ്ണീർ ഉസ്താദിനെ വരുമ്പോ എന്തെങ്കിലും ഒരു ഹദിയ കൊണ്ടുവരില്ലേ, കുറച്ച് ചായപ്പൊടി കൊണ്ടുവന്നു. ഉസ്താദ് ചോദിച്ചു, എന്താണിത്? ചായപ്പൊടിയാണ്. എന്തിനാണ്? ചായപ്പൊടി പിന്നെ ചായ ഉണ്ടാക്കാനല്ലേ. പക്ഷെ അദ്ദേഹം എന്താ പറയേണ്ടത്? അത് അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ സമസ്തന്റെ പ്രസിഡന്റ് അല്ലേ, ഒരുപാട് ആളുകൾ ഉസ്താദിനെ കാണാൻ വരൂലേ, അവർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കാനാണ്. ഉസ്താദ് ആ ചായപ്പൊടിയായിട്ട് നേരെ അകത്ത് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, അത്രേ ഇത് എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള ചായപ്പൊടിയാണ്. അതുകൊണ്ട് ഇത് വേറെ തന്നെ ഒരു ടിന്നിൽ സൂക്ഷിച്ചു വെക്കണം, ഇത് നമുക്ക് കുടിക്കാൻ പറ്റില്ല. ആ കൊടുന്ന ആളതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇന്നാൾക്ക് കുടിക്കാൻ കൊടുക്കണം, ഇന്നാൾക്കൊന്നും. ആ മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യന്റെ വാക്ക് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ പറ്റൂ. എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് മാത്രം ഈ ചായപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ സൂക്ഷ്മതയുടെ പര്യായമാണ് മഹാനരായ കണ്ണിയത്ത് ഉസ്താദ്. ആ മഹാനരായ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ എന്റെ വാഴ് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയട്ടെ, വല്ലാഹി ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ നമുക്ക് ആഖിറം തോൽക്കൂല, നമ്മുടെ ആഖിറം പരാജയപ്പെടൂല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കാരണം ഇതിന് നേതൃത്വം കൊടുത്തത് കണ്ണിയത്ത് ഉസ്താദാണ്, മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമ, അതുപോലെ മഹാനായ റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ്, അങ്ങനെ അനേകം പണ്ഡിതന്മാർ, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ആ ശ്രേണി അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇന്നതിന് നേതൃത്വം നൽകുന്നത് കേരളം കണ്ട സയ്യിദന്മാരിൽ ഏറ്റവും വലിയ സയ്യിദും അതുപോലെ അഭിവന്യ പണ്ഡിതരുമായ മഹാനരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. എന്തൊരു പക്വതയാണ്, എന്തൊരു ആത്മീയമായ അനുഭൂതിയാണ് ആ മുഖത്ത് നോക്കിയിരിക്കാൻ. എന്തോ ഒരു സൗരഭ്യമാണ്, എന്തൊരു ആനന്ദമാണ്. അതുപോലെ മഹാനരായ ശൈഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ്, നിഷ്കളങ്കതയുടെ പ്രതീകമായ നമ്മുടെ കാസർഗോട്ടെ ഖാദിയായ മഹാനരായ ആലിക്കുട്ടി ഉസ്താദ്, അവരൊക്കെയാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധ്യമാകണം പ്രിയപ്പെട്ടവരെ, ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ. ഇന്നത്തെ ദീനിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കലാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഭാവികളും പ്രവർത്തകരും അതിന്റെ സ്നേഹികളുമാണ് നമ്മളെല്ലാം. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവാക്കളുടെ കൂട്ടായ്മയാണ് സുന്നി യുവജന സംഘം എന്ന് പറയുന്ന SYS. അതേപോലെ തന്നെ അതിന്റെ സ്റ്റുഡൻസ്, കുട്ടികൾക്കുള്ള സംഘടനയാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ യുവാക്കൾ കഴിഞ്ഞാൽ കുറച്ച് താഴെയുള്ള ഈ കൗമാര ചൈതന്യങ്ങൾ, നമ്മുടെ പിന്നെ 20-25 വയസ്സൊക്കെയുള്ള ആ കുട്ടികൾ, അവർക്കുള്ള സംഘടനയാണ് SKSSF എന്ന് പറയുന്നത്, സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. അതിന്റെ താഴെയുള്ളതാണ് SKSBV, നമ്മുടെ മദ്രസാ തലങ്ങളിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാനുള്ള സംഘടനയുടെ പേരാണ് SKSBV. ഇതൊക്കെ സമസ്തയാണ്.
ചെറുപ്പം മുതലേ സമസ്തയുടെ പ്രവർത്തനമായിട്ട് SKSBVയിൽ പ്രവർത്തിച്ച് വന്നാൽ ഭാവിയിൽ സമസ്തയുടെ നല്ല ഒരു പ്രവർത്തകനായി മാറാൻ അയാൾക്ക് കഴിയും. അപ്പൊ ഇതൊക്കെ എന്തോ ആണ് എന്ന് വിചാരിക്കണ്ട. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആർക്കും അറിയില്ല, കുറെ ആളുകൾക്ക് അറിയില്ല. കുറെ ആൾക്കാർ നമ്മൾ സമസ്ത തന്നെയാണ്, പക്ഷെ SKSF നമുക്ക് വേണ്ടാന്ന് പറയും. ആകെ ഗ്രൂപ്പ് പ്രവർത്തനമാണ്, ഗ്രൂപ്പാണ്. അങ്ങനെയൊന്നുമില്ല. ഹമീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ടെ പൂമുത്ത് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് SKSSF-ന് നേതൃത്വം കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ SKSSF-ഉം SKSBV-യും എല്ലാം അതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വളർന്നു വരണം. അതിലൂടെ നമ്മുടെ മക്കൾ പ്രവർത്തിച്ചു വളരണം. ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വളർന്നാൽ തീർച്ചയായും നമ്മുടെ മക്കൾ നന്മയുടെ നറുമണങ്ങളായി മാറുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഈ അടുത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് ബാസിത്ത് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ തൃശ്ശൂരിൽ വെച്ച് ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. ബാസിത്ത് തായൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ SKSBV-യുടെ ജില്ലാ അധ്യക്ഷനായിട്ടാണ് ആ പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. SKSBV-യിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ, ആ പൊന്നുമോൻ അവിചാരിതമായി അപ്രതീക്ഷിതമായി ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ട് രാത്രി തന്നെ ആ പൊന്നുമോന്റെ ജനാസ അവിടെ തൃശ്ശൂരിൽ ഒരുപാട് സമസ്ത പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ വെച്ച് കുളിപ്പിച്ചു. മയ്യത്ത് നമസ്കാരം നടന്നു. ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ ചെർക്കളയിലുള്ള ബാസിത്തിന് ഒരുപാട് മൈലുകൾക്കകലെ, കിലോമീറ്ററുകൾക്കകലെയുള്ള തൃശ്ശൂരിൽ മയ്യത്ത് നമസ്കാരം നടന്നു. മയ്യത്ത് കുളിപ്പിച്ചു. ആ ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യുന്നു. ഒരു പരിചയവുമില്ലാത്ത കുറെ യുവാക്കൾ, കുറെ ദീനീ സ്നേഹികൾ. എന്നിട്ട് അവർ ആ ജനാസയെ ഇങ്ങോട്ടേക്ക് വിടുകയാണ്. പാതിരാനേരം സുബ്ഹിയോടടുത്ത സമയത്താണ് ചെർക്കളയുടെ പള്ളിയുടെ പരിസരത്തെത്തുന്നത്. ആ നേരത്തും ബാസിത്ത് എന്ന പൊന്നുമോനെ കാത്ത് പതിനായിരങ്ങൾ, പ്രിയപ്പെട്ടവരെ നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. പോയവർക്കറിയാം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ബാസിത്ത് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ ഇതുപോലെ SKSBV സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ലായിരുന്നുവെങ്കിൽ എന്താണ് ബാസിത്തിനുള്ള പ്രത്യേകത? മറ്റേത് ചെറുപ്പക്കാരെയും പോലെ ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു യുവാവിന്റെ മരണം അത്രയേ ഉള്ളൂ. പക്ഷേ ആ പൊന്നുമോൻ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ടു. നൂറുകണക്കിന് ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആ പൊന്നുമോന് വേണ്ടി തഹ്ലീൽ ചൊല്ലി, അല്ലെ? ആ പൊന്നുമോന് വേണ്ടി ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞ് ആദരണീയരായ സമസ്തയുടെ പരമാധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രിയപ്പെട്ട ബാസിത്തിന്റെ വീട്ടിലെത്തി. ആ വീട്ടിലെ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയൊക്കെ ആശ്വസിപ്പിച്ചു. അവിടെ വെച്ച് ദുആ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ബാസിത്ത് എന്ന് പറയുന്ന പൊന്നുമോൻ ഇത്ര വലിയ സൗഭാഗ്യം ലഭിച്ചത് ആ പൊന്നുമോൻ തനിക്ക് ലഭിച്ച ആയുസിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം, ആരോഗ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നീക്കിവെച്ചത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ പൊന്നുമോൻ ഇത്ര വലിയ സൗഭാഗ്യം ലഭ്യമായത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്മയുടെ നറുമണങ്ങളായി മാറാൻ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായി SKSSF-ലും അതുപോലെ SKSBV-യിലുമെല്ലാം നമ്മൾ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് വളരെ വിനയത്തോടെ എൻ്റെ ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാരെ, നിങ്ങളുടെ കൈകളിലാണ് പ്രിയപ്പെട്ട മക്കളുടെ ഭാവിയുള്ളത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്മാനമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. ഔലാദുകും ഹിബത്തുല്ലാഹി ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ് സന്താനങ്ങൾ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓർക്കെ മുഹമ്മദ് മുസ്തഫ സൃഷ്ടാവിന്റെ സമ്മാനമാണ് പ്രിയപ്പെട്ട സന്താനങ്ങൾ. മക്കൾ അല്ലാഹുവിന്റെ സമ്മാനങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ആ പ്രിയപ്പെട്ട മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരും നമുക്കിടയിൽ ഉണ്ടാകാനിടയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് മക്കൾ നന്നാവണമെന്നാണ്. മക്കൾ ഹാഫിളാവണം, ആലിമാവണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന ധാരാളം ഉമ്മമാര്, സഹോദരന്മാര് നമുക്കിടയിലുണ്ട്. ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ആ രീതിയിൽ വളർത്താൻ നമുക്ക് സാധ്യമാവണം. പഴയ കാലം പോലെയല്ല.
പഴയ കാലം പോലെയല്ല. മിനിഞ്ഞാന്ന് സമ്മേളനം നടന്നു പട്ടിക്കാട് ജാമിഅ നൂരിയ, ഫൈലാബാദ് മലപ്പുറം ജില്ലയിലെ ജാമിഅ നൂരിയ, കേരളക്കരയിലെ ആദ്യത്തെ ഉപരിപഠന കേന്ദ്രമാണത്. ഫൈളി ബിരുദധാരികളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ മഹത്തായ സ്ഥാപനമാണത് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനരായ മുഅ്മിനീങ്ങളെ, ആ പട്ടിക്കാട് ജാമിഅ നൂരിയ നിലവിൽ വരുന്ന കാലത്ത് കേരളക്കരയിൽ ഉപരിപഠനത്തിന് ആളുകൾ, നമ്മുടെ നാടുകളിലുള്ള പണ്ഡിതന്മാർ ഉപരിപഠനത്തിന് പോയിരുന്നത് വെല്ലൂരിലോ മറ്റോ ആണ്. ദയൂബന്ദിൽ ഖാസിമി ബിരുദം നൽകപ്പെടുന്ന സ്ഥാപനത്തില്, അതുപോലെ വെല്ലൂരിൽ ബാക്കവി ബിരുദം നൽകപ്പെടുന്ന സ്ഥാപനത്തില്. അപ്പോഴാണ് മഹാരഥന്മാരായ നമ്മുടെ നാട്ടിലെ ആലിമീങ്ങൾ, പൂക്കോയത്തങ്ങളും അതുപോലെ മറ്റു മഹാരഥന്മാരായ ആലിമീങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്ന് ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വേണമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ജാമിഅ നൂരിയ എന്ന മഹത്തായ സ്ഥാപനം ഇവിടെ വരുന്നത്. എന്നാൽ പതിറ്റാണ്ടുകൾ കഴിയുമ്പോ ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്, അറബിക് കോളേജുകൾ, അക്കാദമികൾ. ജാമിഅ നൂരിയയുടെ ബ്രാഞ്ച് നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. ചെങ്കളയിൽ ജാമിഅ നൂരിയയുടെ ബ്രാഞ്ചാണത്. അതുപോലെ ചെമ്മാട് ദാറുൽ ഹുദയുടെ ബ്രാഞ്ചുകളുണ്ട്. മറ്റു സ്ഥാപനങ്ങൾ ധാരാളം നമ്മുടെ നാടുകളിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ദീന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് മാതാപിതാക്കൾക്കും വളരെ വലിയ അവസരമാണ് ഇന്നുള്ളത്. മക്കളെ ഒരു മുത്തഅല്ലിമാക്കാൻ, മക്കളെ ഒന്ന് ആലിമാക്കാൻ, ഒരു ഹാഫിളാക്കാൻ വളരെ വലിയ അവസരമാണുള്ളത്. പക്ഷെ ഒന്ന് നമ്മൾ മെനക്കെടണം. കുറച്ച് മക്കളെ വിട്ടു നിൽക്കേണ്ടി വരും. അതൊക്കെയാണ് ഉമ്മമാർക്ക് പ്രയാസം, അല്ലെ? കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമ്പോ പിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ, അങ്ങനെ കുട്ടികളെ പഠിക്കാൻ വിടൂല്ല. അങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാ നമ്മുടെ മക്കള് വളരുക, എങ്ങനെയാ നമ്മുടെ മക്കള് നന്നാവുക? അതുകൊണ്ട് വാത് കേൾക്കുന്ന ഉമ്മമാരോട് പറയാൻ, ആൺകുട്ടികളെ മാത്രമല്ല, പെൺകുട്ടികളെ പോലും ഇന്ന് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. ശരീഅത്ത്, അള്ളാഹുവിന്റെ ദീൻ, അതോടൊപ്പം അതിനോട് ചേർന്ന അതിന് സഹായകമാകുന്ന ഭൗതിക വിദ്യാഭ്യാസവും, ഇത് രണ്ടും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവിടെ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ സന്നദ്ധരാവണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, ഈ ഭൗതികമായ കലാലയങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്താണ് നമ്മുടെ ഇന്നത്തെ വളർന്നു വരുന്ന ഈ ഒരു തലമുറയുടെ, നമ്മുടെ പെൺകുട്ടികളടക്കം, അല്ലെ? ഒന്ന് ബസ് സ്റ്റോപ്പിലൂടെ ആ സ്കൂൾ വിടുന്ന സമയത്തോ, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ബസ് കയറുന്ന നേരത്തോ ഒന്ന് പോയി നോക്കിയാൽ മതി. പോയി നോക്കുന്ന ആളുകൾക്ക് കാണാം, യാതൊരു ഹയാവും ഇല്ലാത്ത രീതിയിൽ, എന്താ പറയാ, അന്യ ചെറുപ്പക്കാര് കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിളാവുക. നമ്മുടെ ദീനിന്റെ നിയമമാണ് നമ്മൾ പറയുന്നത്, ദീനിന്റെ നിയമമാണ്. അതനുസരിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ഞാൻ മറ്റേതെങ്കിലും മതവിശ്വാസികളോട് പറയല്ല, ഇത് ലൈവ് പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലൊക്കെ ഇത് കേൾക്കുന്ന ഏതെങ്കിലും മതവിശ്വാസികളുണ്ടെങ്കിൽ അവരോടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആരും പൊങ്കാലായിട്ട് വരേണ്ട. ദീൻ പറയുമ്പോൾ പൊങ്കാലയുമായി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാണ് വലിയ പ്രശ്നം. നമ്മളിത് പറയുന്നത് ആരോടാ? നമ്മളിത് പറയുന്നത് വിശ്വാസി സഹോദരങ്ങളോടാണ്. നാളെ സ്വർഗം കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാരോടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? എന്താ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാതൊരു ഇസ്ലാം നിശ്ചയിച്ച കുറെ പരിധികളുണ്ട്. നമുക്ക് മറ്റുള്ളവരെ പോലെയല്ല. നമ്മൾ കുന്തും ഖൈറു ഉമ്മയാണ്, ഏറ്റവും നല്ല സമുദായം എന്നാണ് ഖുർആൻ നമ്മളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാത്തിനും ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. ചില ചട്ടങ്ങളുണ്ട്, അതുപോലെ ചില പരിധികളുണ്ട്. ആ പരിധി വിട്ട് കടക്കാൻ പാടില്ല. അത് ദീനിന്റെ നിലപാടാണ്. അത് ദീനിന്റെ നിലപാടാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ ആ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് വളർന്നു വരികയാണ്. കഞ്ചാവിന്റെ അടിമകളായ മക്കൾ, മഅദല്ലാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ പോലും, അല്ലെ, മാരകമായ മയക്കുമരുന്നുകളുടെ കാരിയർമാരായി പ്രവർത്തിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ പോലും ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഞാനിത് വെറുതെ പറയല്ല, വിശ്വാസയോഗ്യമായ സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരമാണ്. പെൺകുട്ടികൾ പോലും ഇന്ന് മാരകമായി NDM-ന്റെ കാരിയർമാരായി മാറുന്നു എന്നാണ്.
ഇപ്പോഴത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വർഷങ്ങൾ കൊറോണയുടെ സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ലൈവായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒരു അഭിമുഖത്തിൽ, ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? തലയിൽ തട്ടമിട്ടൊരു മുസ്ലിമത്തായ പെൺകുട്ടി, ഞാൻ വെറുതെ പറയല്ല, ആ പെൺകുട്ടി പറഞ്ഞത്, ഞാൻ 3 വർഷമായി ഞാൻ മാരകമായ മയക്കുമരുന്നിന്റെ കാരിയറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 വർഷമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 7ാം ക്ലാസ് മുതൽ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്ത്? മാരകമായ മയക്കുമരുന്നിന്റെ കാരിയറാണ്, അതിനെ വിതരണം ചെയ്യുന്ന ആളാണ്. 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി മയക്കുമരുന്നിന്റെ ഏജന്റാണ്. ചെറിയ ചെറിയ മക്കളെ വലവീശി പിടിക്കുകയാണ് കശ്മലന്മാർ നമ്മുടെ സ്ഥാപനങ്ങളുടെ, സ്കൂളുകളുടെ മുറ്റത്ത്, സ്കൂളുകളുടെ പരിസരങ്ങളിൽ വെച്ച്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ല ജാഗരൂകരാകേണ്ട സമയമാണ്. നല്ല ആലോചനയോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്തിയില്ല എങ്കിൽ, നല്ല ശ്രദ്ധയോടെ വളർത്തിയില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. ഒരു സംശയ കാര്യത്തിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എൻ്റെ മഹലിൽ പ്രഭാഷണത്തിന് മുമ്പായി ഉത്തരവാദപ്പെട്ട ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞേ പറ്റൂ, പരിസരത്തുള്ള സ്കൂളിൽ 40 കുട്ടികളുടെ പേര് വിവരങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്, നിരീക്ഷണത്തിലാണ്. 40 കുട്ടികൾ, 40 വിദ്യാർത്ഥികൾ മാരകമായ മയക്കുമരുന്നിന്റെ അഡിക്റ്റാണ്. എല്ലാ സ്കൂളുകളിലും ഇതാണ് അവസ്ഥ. അതാ ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കേണ്ട കാലമാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മളെപ്പോലെ ആണുങ്ങളായിട്ടുള്ള പുരുഷന്മാരായ നമ്മളെപ്പോലെയുള്ള ബാപ്പമാർ അധികവും പ്രവാസ ലോകത്താണ്, അല്ലെ? കാസർഗോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും പ്രവാസ ലോകത്താണ്. പിന്നെ നാട്ടിലുള്ളവരാണെങ്കിലോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി ഏറെ വൈകി തിരിച്ചു വരും. വല്ല ബിസിനസ്സുകാരോ അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. അവർക്ക് മക്കളുമായിട്ടുള്ള ഒരു ഇടപെടൽ അസാധ്യമാണ്. കിട്ടുകയാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ സമയം മാത്രമേ മക്കൾ കിട്ടുന്നുള്ളൂ. കൂടുതൽ സമയവും മക്കൾ ഉണ്ടാകുന്നത് ഉമ്മമാരുടെ കൈകളിലാണ്. ഈ ഉമ്മമാർക്കാകട്ടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം മക്കൾ അനുസരണയില്ലാത്തവരായി മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതാണ് വസ്തുത. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയാൻ, ഈ SKSSF സംഘടിപ്പിച്ചിട്ടുള്ള ഈ വേദിയിൽ ഞാൻ ഇതിന്റെ അവസാന ഭാഗത്തിന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അതിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ വളർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് ഫൈളിമാരോ, ദാരിമിമാരോ, റഹ്മാനിമാരോ, ഉദവിമാരോ ഒക്കെ ആക്കി മാറ്റാൻ നമുക്ക് സാധ്യമായാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഉമ്മമാരെ, ബാപ്പമാരെ, നമുക്ക് സന്തോഷിക്കാം, അല്ലേ? അങ്ങനെ ആ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തണം. എന്റെ വാഴ്ച കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയാൻ, ഉമ്മമാരെ, നിങ്ങളുടെ കൈകളിലാണ് മക്കളുടെ ഭാവിയുള്ളത്. അവരെ നന്നാക്കേണ്ടത് നിങ്ങളാണ്. എവിടെ മുതൽ നന്നാക്കാൻ തുടങ്ങണം? 15 വയസ്സിന് ശേഷമല്ല, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമല്ല അവരെ നന്നാക്കാൻ ശ്രമിക്കേണ്ടത്. അവരെ നന്നാക്കാൻ ശ്രമിക്കേണ്ടത് കുട്ടിക്കാലത്ത് തന്നെയാണ്. കുട്ടിക്കാലത്ത് തന്നെ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, 1ഉം 2ഉം വയസ്സുള്ള മക്കൾ സദാ നിങ്ങളെ ഫോളോ ചെയ്യുന്നു എന്ന് ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം. അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഒപ്പിയെടുക്കുന്നുണ്ട്. അവർക്ക് മനോഹര മാതൃകകളായി മാറാൻ നിങ്ങൾക്ക് സാധ്യമാകാത്തിടത്തോളം കാലം മക്കൾ നന്നാവാൻ ഇടയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അവർക്ക് മുമ്പിൽ മനോഹര മാതൃകകളായി മാറണം. സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെക്കണം. നല്ല നല്ല സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെക്കണം. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളും അവർക്കും ലഭിക്കാൻ പോകുന്നത് ആ സ്വഭാവമാണ്. അതുകൊണ്ട് സുന്നത്തുകളെ, അല്ലെ, ഞാൻ 1.5 വയസ്സുള്ളൊരു കുട്ടിയെ ഞാൻ എപ്പോഴും എന്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട്. 1.5 വയസ്സുള്ളൊരു കുട്ടി കയ്യിൽ എന്ത് കുടിക്കാൻ കൊടുത്താലും ആ കുട്ടി ഇരുന്നിട്ടേ കുടിക്കുള്ളൂ. എവിടെയാണെങ്കിലും ഇരുന്നിട്ടേ കുടിക്കുള്ളൂ. ആ കുട്ടിക്കാരാണ് കുടിക്കുകയാണെങ്കിൽ ഇരുന്ന് കുടിക്കണമെന്ന് വഴുത് പറഞ്ഞു കൊടുത്തത്? ആരാ? ഉമ്മ വഴുത് പറഞ്ഞു കൊടുത്തതാണോ?
മറ്റാരെങ്കിലും വഅദ് പറഞ്ഞു കൊടുത്തതാണോ? അല്ല. പിന്നെയോ ആ കുട്ടി ഉമ്മയെ കണ്ടുപിടിച്ചതാണ്. ഉമ്മ എന്ത് കിട്ടിയാലും ഇരുന്നിട്ടാണ് കുടിക്കുന്നത്. കുട്ടി മനസ്സിലാക്കുന്നു അതുപോലെ കുടിക്കുകയാണെങ്കിൽ ഇരുന്നിട്ട് കുടിക്കണം. ഉമ്മ അങ്ങനെയാണ് കുടിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ സുന്നത്തുകളെയും നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെക്കുകയും അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പകർന്നു നൽകുകയും ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ നിയന്ത്രണത്തിൽ നമുക്ക് ലഭിക്കും. അല്ലെങ്കിലോ എന്തിനാ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ 7-ാം വയസ്സിൽ നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ അടിക്കണമെന്നും വയസ്സ് എടുത്തു പറഞ്ഞത് എന്തിനാ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ വയസ്സ് പറയാൻ കാരണം എന്താ? അതാണ് അവിടെ പ്രത്യേകതയുണ്ട്. അത് അനുസരിക്കുന്ന പ്രായമാണ്. 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം. അവിടുന്ന് തുടങ്ങണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണം. ഇത് തുടങ്ങുന്ന തന്നെ 15-ാമത്തെ വയസ്സിലാണ്. പിന്നെ എങ്ങനെയാ മക്കൾ നിസ്കരിക്കുക? എങ്ങനെയാ മക്കൾ നന്നാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, വലം അറലിൽ ഖലായിഖി മിൻ മഹല്ലി യുഹദ്ദിബുഹാ കഹിളനിൽ ഉമ്മഹാതി. കവി പറയുകയാണ്, ഉമ്മയുടെ മടിത്തട്ടാണ് മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠശാല. ഉമ്മയുടെ മടിത്തട്ടാണ്. അവിടെ നിന്നാണ് പ്രിയപ്പെട്ട മക്കൾ എല്ലാ നന്മയും എല്ലാ നല്ല ഗുണങ്ങളും നല്ല സ്വഭാവവും ശീലിക്കേണ്ടത് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, കുറെ മക്കൾ ഇന്ന് മൊബൈലിന്റെ അഡിക്റ്റാണ്. മൊബൈലിന്റെ അഡിക്ഷൻ അല്ലേ? മൊബൈലിന്റെ അഡിക്റ്റ് എത്ര മക്കൾ സ്കൂളിൽ നിന്ന് വന്ന ഉടൻ ഫോൺ എടുത്ത് കളി തുടങ്ങും. ഉമ്മാരെങ്ങനെ വിട്ടുകൊടുക്കും? ശല്യം തീരാൻ വേണ്ടി. ഇതെപ്പോഴാ ഉമ്മമാരെ ശീലിപ്പിച്ചത്? 1-2 വയസ്സുണ്ടാവുമ്പോ ഭക്ഷണം എടുത്ത് വായിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ കുട്ടികൾ വാങ്ങൂല. അന്നേരം മൊബൈൽ ഫോൺ എടുത്ത് എന്തെങ്കിലും വെച്ച് കാണിച്ചു കൊടുക്കും. നോക്കിക്കൊടുത്താ ഇതിങ്ങനെ വെച്ചു കൊടുക്കും. കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ മൊബൈലിന് അഡിക്റ്റ് ആക്കുന്നതിൽ ഉമ്മമാര് ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. ഞാൻ വെറുതെ പറയല്ല, ഉമ്മമാർക്ക് എന്നോട് സങ്കടം തോന്നരുത്, ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. ഒരുപാട് സഹോദരിമാർ അങ്ങനെയാണ്. അതുകൊണ്ട് ഉമ്മമാര് ശ്രദ്ധിക്കണം. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ അവരെ മൊബൈലിന് അഡിക്ഷനായി. പ്രിയപ്പെട്ടവരെ, അവസാനം ഒരുപാട് ഗെയിമുകൾക്ക് അടിമകളായി അവർ മാറുന്നു. ഒരുപാട് ഗെയിമുകൾ. വയനാട്ടിൽ കഴിഞ്ഞ 3 വർഷം മുമ്പ് 3 മക്കൾ ആത്മഹത്യ ചെയ്തു. 3 കുട്ടികൾ. അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് ശേഷം അവർ പറഞ്ഞു 3 കുട്ടികളും ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഗെയിമിന്റെ അടിമകളായിരുന്നു എന്നതാണ് കാരണം. ആ കുട്ടികളുടെ ആത്മഹത്യ ഉണ്ടായത് ഒരു ഗെയിമിന്റെ അടിമകളായിരുന്നു എന്നതാണ്. ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം. ഇങ്ങനെ കുറെ ഗെയിമുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. കുട്ടികൾക്ക് അതൊക്കെ അറിയാം. പൊട്ടന്മാരായ നമുക്കത് അറിയുന്നില്ല എന്ന് മാത്രം. രക്ഷിതാക്കൾക്ക് ഒന്നും അറിയുന്നില്ല. പക്ഷെ കുട്ടികളൊക്കെ അതിന്റെ എല്ലാ ഉള്ളുകളികളും അവർക്കറിയാം. മക്കളുടെ കയ്യിലൊക്കെ മൊബൈൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉമ്മമാരെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം മൊബൈൽ ഫോണോ ടാബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അല്ല. ഹബീബിന്റെ വചനമാണ്. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം അവർക്ക് ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ്, മതബോധം നൽകലാണ്, അവർക്ക് ലജ്ജ പഠിപ്പിച്ചു കൊടുക്കലാണ്. കുട്ടികൾക്ക് ഓരോ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം. അല്ലാതെ മൊബൈൽ ഫോൺ കൊടുക്കലോ ഒന്നുമല്ല. ശ്രദ്ധിക്കണം. കുട്ടികളെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നാശാവുകയാണ്. നമ്മുടെ മക്കൾ നശിക്കുകയാണ് അല്ലേ? ഏതെല്ലാം രീതിയിലാണ് കുട്ടികളിൽ നിന്ന് എന്തെല്ലാം മാധ്യമങ്ങളാണ് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. ഏതെല്ലാം ഒരു വാട്സപ്പ് മാത്രമല്ല ഉമ്മമാരെ, നിങ്ങൾക്ക് വാട്സപ്പേ അറിയൂ. അതിനപ്പുറത്ത് ഒരുപാട് പുതിയ മീഡിയാസ് ഉണ്ട്, ഒരുപാട് വഴികളുണ്ട്. സ്നാപ്ചാറ്റ് പോലെ അല്ലെങ്കിൽ ടെലിഗ്രാം അല്ലെങ്കിൽ അതുപോലെ മറ്റു ഒരുപാട് നിങ്ങൾ അറിയാതെ ഒരുപാട് ഉള്ളുകള്ളികൾ അതിനകത്തുണ്ട്. മക്കൾ അതിന്റെ ഒക്കെ അടിമകളാണ് എന്ന് നിങ്ങൾ അറിയണം.
അതുകൊണ്ട് ജാഗ്രത വേണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത വേണം. ആര് അശ്രദ്ധരാകുന്നുവോ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും, നമ്മുടെ കയ്യിൽ നിന്ന് വിടും ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല ശ്രദ്ധയോടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്തണം. അതുപോലെ നമ്മുടെ ഇതുപോലെയുള്ള മനോഹരമായ ശരീഅത്തിന്റെ സ്ഥാപനങ്ങളിൽ വളർത്തണം. ഭൗതികമായ കലാലയങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നല്ല മക്കളാണ്. അവിടെ പോയി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ അവർക്കുണ്ടാവുന്നു. ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ. എന്താണ് ആ സൗഹൃദ ബന്ധങ്ങൾ? ഞാൻ പറഞ്ഞു തരണോ? ആ സൗഹൃദ ബന്ധങ്ങൾ തീർച്ചയായും അവരെ അരുതായ്മകളിലേക്ക് തള്ളിവിടുന്ന ബന്ധങ്ങളാണ്. അവിടെ അവർക്ക് കൈ കൊടുക്കുന്നതിനോ ഏതെങ്കിലും ആളുകളായിട്ട് കൈ കൊടുക്കുന്നതിനോ ഒന്നിച്ചിരിക്കുന്നതിനോ തോളിൽ കൈയിടുന്നതിനോ ഒന്നൊരു പ്രശ്നമല്ല. അങ്ങനത്തെ ഒരു ലോകാണ്. പക്ഷേ നമ്മുടെ ദീനിൽ അത് പ്രശ്നമാണ്. നമ്മുടെ ദീനിൽ അത് പ്രശ്നമാണ്. അള്ളാഹുവിന്റെ മതം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, നമ്മൾ അതിന്റെ വക്താക്കളാണ്. ഞാൻ പറയുന്നത്, ഞാൻ ആവർത്തിക്കട്ടെ, മുസ്ലിമാത്തുകളായ നമ്മുടെ സഹോദരിമാരോടാണ്, നമ്മുടെ പെൺകുട്ടികളോടാണ് പറയുന്നത്. ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ പേടി വേണം, മതബോധം വേണം, ഭയഭക്തി വേണം, അള്ളാഹിനെ പേടി വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ? ഷെയ്ക്ക് ഹാൻഡ്, കല്യാണ പെണ്ണിന് ആരാണ് വന്ന് കൈ കൊടുക്കുന്നത്? കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സ് വന്ന് കല്യാണ പെണ്ണിന് കൈ കൊടുക്കുകയാണ്. ഷെയ്ക്ക് ഹാൻഡ്. അവർ വന്നിട്ട് അവിടെ എന്താണ് ഇന്നത്തെ നമ്മുടെ കല്യാണങ്ങളിൽ നടക്കുന്നത്? വല്ല കോളേജുകളിൽ പഠിച്ച പെൺകുട്ടികളുടെയൊക്കെ, ഞാനത് പറയണോ? നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ് അല്ലേ? ഒരു കോളേജിൽ പഠിച്ചൊരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുകയാണ്. എന്താണ് പിന്നെ അവിടെ നടക്കുന്നത്? ആ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ പഠിക്കുന്ന കുറെ ഫ്രണ്ട്സ് വരും. 400 500 ഒക്കെ ഫ്രണ്ട്സ്, 200 300 ഫ്രണ്ട്സ്, ആണും പെണ്ണും എല്ലാം ചക്കരകഞ്ഞിയാണ്. എല്ലാം കൂടി ഇങ്ങനെ വന്ന് പിന്നെ അവിടെ നടക്കുന്നത് കുതുകുലാണ്. കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ആ വീട്ടുകാരൻ കല്യാണ പെണ്ണിന്റെ വാപ്പാക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത വിധം പിന്നെ അവിടെ നടക്കുന്നത് കൂത്താട്ടമാണ്. പിന്നെ അവിടെ നടക്കുന്നത് അഴിഞ്ഞാട്ടമാണ്. അത് വീഡിയോയിൽ പകർത്തി എല്ലാരും പിന്നെ സ്റ്റാറ്റസ് വെക്കുക, ലോകത്തെ മുഴുവനും കാണിക്കുകയാണ്. ഒരുതരം സ്റ്റാറ്റസ് ഭ്രമം നമ്മുടെ എല്ലാരെയും, അത് സഹോദരിമാരെ മാത്രമല്ല എല്ലാവരെയും പിടികൂടിയിരിക്കുന്നു. സ്റ്റാറ്റസ് ഭ്രമം, സ്റ്റാറ്റസിനോടുള്ള താല്പര്യം, ഒരുതരം പ്രകടനപരത. എന്ത് ചെയ്താലും ഫോട്ടോ എടുക്കണം, എന്ത് ചെയ്താലും വീഡിയോയിൽ പകർത്തണം. എന്തിനാണ് അത്? സ്റ്റാറ്റസ് വെക്കും. എന്നിട്ട് എത്ര ആൾക്കാർ കണ്ടു, ആരൊക്കെ ലൈക്ക് ഇട്ടു, ആരൊക്കെ ലൈക്ക് അടിച്ചു, അല്ലെ? ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇതാണ് ഇന്നത്തെ പരിപാടി. എന്ത് ദീൻ, എന്ത് നിസ്കാരം, എന്ത് ഇബാദത്ത്. മനുഷ്യന്റെ സമയം മുഴുവനും ഇതാണ്. മൊബൈൽ എന്ന് പറയുന്നത് ഇന്ന് സമയം കൊല്ലിയായി മാറിയിരിക്കുന്നു. ഇതന്നെ പണി, സ്റ്റാറ്റസ് ഇടുക, എന്നിട്ട് ആരൊക്കെ നോക്കി, ആരെ ലൈക്ക് ഇട്ടു, ലൈക്ക് ഇടാത്തവനോട് വിദ്വേഷം, ലൈക്ക് ഇട്ടവനോടൊരു സന്തോഷം. ഇതാണ് ചുറ്റുപാട്, ഇതാണ് നമ്മുടെ പരിസരങ്ങളിൽ. ഇതാണ് ഞാൻ പറയുന്ന എന്നോട് ആദ്യമായും എന്നെ കേൾക്കുന്ന വിശ്വാസികളോടും പറയാണ്. അവസാനമായി ഒരൊറ്റൊരു ഹദീസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലം ആ കാലത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നല്ല ക്ഷമ വേണം. റസൂലുള്ളാഹി പറയാണ്, നല്ല ക്ഷമ വേണം. കുറച്ച് ക്ഷമ പോരാ. കാരണം എന്താ? പരിസരങ്ങളിൽ എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ആളുകൾ ന്യായം അതാണ്. കല്യാണത്തിനൊക്കെ എന്ത് തോന്നിയാസം ചെയ്യുമ്പോഴും അവിടെ ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ പറയും, ഇപ്പൊ എല്ലാരും അങ്ങനെയല്ലേ, അങ്ങനെ തന്നെയല്ലേ എന്നാ പറയും. എല്ലാരും അങ്ങനെ തന്നെയല്ലേ. എല്ലാരും ചെയ്യുന്നു എന്നത് നമുക്ക് ചെയ്യാനുള്ള അനുമതിയാണോ? ദീൻ തരുന്ന അനുമതിയാണോ? എല്ലാരും ചെയ്യുന്നു എന്നുള്ളത് അല്ല. എല്ലാരും അങ്ങനെ ചെയ്യുമ്പോ, തെറ്റ് ചെയ്യുമ്പോ അരുത്. ഇതെന്റെ ഹബീബ്, എന്റെ റസൂലുള്ള ഇഷ്ടപ്പെടാത്തതാണ്, ഇതെന്റെ പടച്ചോൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നല്ല ക്ഷമ വേണം. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. അങ്ങനെ നല്ല ക്ഷമ വേണം. ആ ക്ഷമയോടുകൂടെ അവൻ ജീവിച്ചാൽ, അവസാന കാലത്ത് ഈ ഒരു ക്ഷമയോടെ ജീവിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അവൻ ആരെ പോലെയാണെന്നറിയോ? അവൻ തീക്കനലിന് മുകളിൽ നടന്നു പോകുന്നവനെ പോലെയാണ്. തീക്കനലിന് മുകളിൽ നടന്നു പോകാൻ എത്ര വലിയ ക്ഷമ വേണം? അത്ര വലിയ ക്ഷമ വേണം. അവസാന കാലത്ത് പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാൻ നല്ല ക്ഷമ വേണം.
ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, പെൺകുട്ടികളോടൊക്കെ പറയാൻ, എല്ലാവരും ചെയ്യുന്നുണ്ടാവും, എല്ലാവരും പിടുത്തം വിട്ട സ്റ്റാറ്റസുകളൊക്കെ വിടുന്നുണ്ടാവും, എല്ലാവരും പിടുത്തം വിട്ട കളി കളിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും എന്റെ ഹബീബിന് ഇഷ്ടമാവില്ലല്ലോ എന്നോർത്ത് നമുക്ക് ചെയ്യാൻ അത് ഇഷ്ടമുണ്ടാവും, നമുക്ക് അങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതെന്റെ മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെടുവോ? മദീന മുനവ്വറയിൽ പച്ചക്കുബ്ബയുടെ താഴെ കിടന്നുറങ്ങുന്ന എന്റെ റസൂൽ, എന്റെ ഹബീബ് ഇത് ഇഷ്ടപ്പെടുവോ? എന്റെ ഹബീബിന് ഇത് ഇഷ്ടമാവുമോ എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ നല്ല ക്ഷമ വേണം, ഉറപ്പായിട്ടും ക്ഷമ വേണം. എല്ലാവരും ചെയ്യുന്നു, നമ്മളത് ചെയ്യാതിരിക്കാൻ നല്ല ക്ഷമ വേണം. അങ്ങനെ ക്ഷമിക്കുന്നവർക്കുള്ളതാണ് മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. അങ്ങനെ ക്ഷമിക്കുന്നവർക്കാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന്. 100 ഷഹീദിന്റെ പ്രതിഫലം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദീനിന് വേണ്ടി, സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.